എല്ലാവർക്കും നമസ്കാരം. സാഹിതിയുടെ ഒന്നാമത്തെ സെഷനിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് വന്നിരിക്കുന്നത്. വീണ്ടും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. മലയാളിയുടെ ആസ്വാദനശീലത്തിൻ്റെ ഭാഗമായിരുന്നു എക്കാലവും ചലച്ചിത്ര ഗാനങ്ങൾ. ജനപ്രിയ സംഗീതം പല കൈവഴികളായി പിരിഞ്ഞൊഴുകിയതാണ്. മാപ്പിള പാട്ടുകൾ, നാടൻ പാട്ടുകൾ, സിനിമാ പാട്ടുകൾ, അങ്ങനെ. അതല്ലാതെ സംഗീതം, ശാസ്ത്രീയ സംഗീതം മറ്റൊരു ശാഖയായിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം കൃത്യമായി വേണ്ടത് എടുത്ത് കടമെടുത്ത് പുതിയൊരു ഭാവുകത്വം സൃഷ്ടിച്ച ഒരു ശാഖയാണ് ചലച്ചിത്ര ഗാനങ്ങൾ. സെഷൻ്റെ പേര് ഏകാന്ത മനുഷ്യരെ പാട്ടിലാക്കിയ പാട്ടുകൾ എന്നാണ്. അപ്പോൾ ഏകാന്തതയിലാണ് പാട്ടുകൾ പലപ്പോഴും പല പാട്ടുകളും ആസ്വദിക്കാറുള്ളത്. പാട്ടുകൾ ഈ സിനിമയിൽ നിന്ന് വേറിട്ട് നിന്നാലും അടർത്തിയെടുത്താലും അവ സ്വതന്ത്ര ശില്പങ്ങളായി തന്നെ നിൽക്കുന്നവയാണ്. അപ്പോൾ അത് ഏകാന്തതയിലിരുന്ന് പലപ്പോഴും ആസ്വദിക്കാറുണ്ട്. പക്ഷേ അതിവിടെ പ്രസക്തമല്ല. കൂട്ടായ്മയിൽ നിന്നും സംഗീതം ആസ്വദിക്കപ്പെടാറുണ്ട്. അത് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. റഫീഖ് സാറിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. ഏകാന്തതയും ചലച്ചിത്ര ഗാനങ്ങളും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച്, അവയുടെ സ്വഭാവം ഏകാന്തതയുടേതാണോ എന്നുള്ള രീതിയിൽ. എല്ലാവർക്കും നമസ്കാരം. വാസ്തവത്തിൽ സംഗീതം ഉണ്ടാവുന്നത് തന്നെ അങ്ങനെ ഒരു ഏകാന്തതയിൽ നിന്നായിരിക്കാൻ സാധ്യതയില്ല എന്നാണ് തോന്നുന്നത്. കാരണം പാട്ട് കൂട്ടായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതായിരിക്കണം. ഈ മനുഷ്യ സമൂഹം കാർഷിക വൃത്തിയിലൊക്കെ അതിലേക്ക് ബന്ധപ്പെടുന്നൊരു കാലഘട്ടത്തിൽ അവർ കൂട്ടായിട്ടിരുന്ന് അനുഷ്ഠാനപരമായ രീതിയിലോ അല്ലെങ്കിൽ അവരുടെ ഒരു ഉത്സാഹം, ഒരു സന്തോഷം എന്നുള്ള നിലയിലോ ഒക്കെ അവരുടെ വിനോദവേളകളിൽ പഴയ പ്രാചീന മനുഷ്യർ പാടി അങ്ങനെ ആയിരിക്കണം സംഗീതം രൂപപ്പെട്ടു വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ മനുഷ്യർ പിന്നീട് മനുഷ്യൻ്റെ ഏകാന്തതയെ അഭിസംബോധന ചെയ്യാനും അതുപോലെ തന്നെ ഒരു സാമൂഹികമായിട്ടുള്ള അവളുടെയൊക്കെ അങ്ങനെ വ്യത്യാസങ്ങളൊന്നും ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പൊതുവെ പറയുന്നൊരു വാക്കാണ് അവൻ്റെ എന്നുള്ളത്. മനുഷ്യരുടെ ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള ഒരു സംഗതിയായിട്ടും രണ്ട് തരത്തിലും അത് നിൽക്കുന്നുണ്ട്. കലയും അങ്ങനെ തന്നെയാണ്. പാട്ട് വിശേഷിച്ചും പാട്ടിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ നമ്മൾ സിനിമാ ഗാനങ്ങളാണ് നമ്മൾ പാട്ടായിട്ട് കണക്കാക്കുന്നത്. അത് ഇന്ത്യൻ സാഹചര്യങ്ങളിലും കേരളീയ സാഹചര്യങ്ങളിലും ഒരു സാധാരണക്കാരൻ്റെ സംഗീതം, ജനപ്രിയ സംഗീതം എന്ന് പറയുന്നത് ചലച്ചിത്ര നാടക ഗാനങ്ങളാണ്. മറ്റു പല സ്ഥലങ്ങളിലും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. മറ്റു പല സ്ഥലങ്ങളിലും അവർക്ക് അവരുടേതായിട്ടുള്ള സിനിമയുമായിട്ടോ അത്തരം കാര്യങ്ങളുമായിട്ടോ ബന്ധപ്പെടാത്ത തരത്തിലുള്ള സ്വതന്ത്രമായിട്ടുള്ള ഗാനകല ഒക്കെ ഉണ്ട്. ഇന്ത്യയിൽ തന്നെ പല സ്ഥലത്തും ഉണ്ട്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ അതിന് ചരിത്രപരമായിട്ടുള്ള കാരണങ്ങളൊക്കെ ഒരുപാടുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്ങനെയാണ് ഈ പാട്ടുകൾ ഈ ചലച്ചിത്ര ഗാനങ്ങളിലേക്ക് കേരളീയ സമൂഹം എത്തിയത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്കറിയാം. അതിന് പ്രധാനപ്പെട്ടൊരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലതരത്തിലുള്ള ജാതി സമുദായ വിഭാഗങ്ങളായിട്ട് വേർതിരിഞ്ഞെടുക്കുന്ന ഒരു സമൂഹത്തിൽ എല്ലാവർക്കുമായിട്ടുള്ള ഒരു സംഗീതം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് വിചാരിക്കാൻ. പല സമുദായങ്ങൾക്ക് അവരുടെ അനുഷ്ഠാനങ്ങളായിട്ട് ബന്ധപ്പെട്ടതോ അവരുടെ ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതോ ആയിട്ടുള്ള, അതിൽ തൊഴിൽ മേഖലകളിലുള്ള ആളുകൾക്ക് അങ്ങനെ ഇപ്പോൾ കൃഷിപ്പാട്ടുകൾ പോലെയുള്ള സംഗതികൾ, നാടൻ പാട്ടുകളുണ്ടായിരുന്നു, വടക്കൻ പാട്ടുകൾ, പിന്നെ കുറേ കൂടി ഉയർന്ന വിഭാഗമെന്ന് കരുതപ്പെടുന്ന ആളുകളുടെ ഇടയിലുള്ള ശാസ്ത്രീയ സംഗീതമോ അല്ലെങ്കിൽ അഷ്ടപതി സോപാനം പോലെയൊക്കെയുള്ള കാര്യങ്ങൾ, ഓരോ സമുദായങ്ങളുടെ മാപ്പിളപ്പാട്ട്, കണ്ണിയാർ കളിപ്പാട്ട്, അങ്ങനെയൊക്കെ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള സംഗീത ഒരു സാധ്യതകളാണ് നിലനിന്നിരുന്നത്. അത് ഒന്നാമത് നമ്മുടെ ഈ
കേരളം പോലെയുള്ള ഒരു കേരളം എന്ന് പറയുന്ന ഐക്യ കേരളം രൂപപ്പെടുന്നതിന് മുമ്പ് മലയാളികൾ മാത്രമുള്ള ഒരു സ്ഥലം, മലയാളികളുടെ ഒരു രാഷ്ട്രീയ കേരളമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഐക്യ കേരളം രൂപപ്പെടുന്നു, മലയാളി ഒരു സ്വത്വം തിരിച്ചറിയുന്നു, കണ്ടെത്തുന്നു. മലയാളിക്ക് മലയാളിയുടേതായിട്ടുള്ള ഒരു സംസ്കാരം എല്ലാ മൂന്നോ നാലോ ഒക്കെ ആയിട്ട് തിരിഞ്ഞു കിടന്നിരുന്ന, ഇപ്പോൾ മലബാറും കൊച്ചിയും ട്രാവൻകൂറൊക്കെ ആയിട്ട് കിടന്നിരുന്ന പ്രാദേശികമായിട്ടുള്ള വ്യത്യാസങ്ങൾക്കൊക്കെ അപ്പുറത്ത് കേരളീയത രൂപപ്പെടുകയും ജനാധിപത്യം ഉണ്ടാവുകയും ഒരു ആധുനിക സമൂഹമായിട്ട് നമ്മൾ മാറുകയും ചെയ്യുന്നുണ്ട്. ഈ ആധുനിക സമൂഹമായിട്ട് മാറുന്ന അതിൻ്റെ പ്രധാനപ്പെട്ട ഒന്ന് മതേതര രീതിയിൽ ചിന്തിക്കാനുള്ളൊരു കഴിവും കൂടിയാണ്. പലതരത്തിലുള്ള സമൂഹങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ അതിനപ്പുറത്തേക്ക് മതേതരമായി ചിന്തിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ് ആധുനികതയുടെ ഒരു ലക്ഷണം. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കലകളും ഈ സിനിമാ ഗാനങ്ങളൊക്കെ വരുന്നതും പ്രധാനമായിട്ടും അങ്ങനെയാണ്. ഇപ്പം അത് ഉണ്ടാവുന്നതും അതിന് മുതൽക്കൂട്ടുന്നതും സിനിമാ ഗാനങ്ങളാണെന്ന് പറയാം, അല്ലെങ്കിൽ നാടക ഗാനങ്ങളൊക്കെയാണെന്ന് പറയാം. അങ്ങനെ എല്ലാ വിഭാഗം ആളുകൾക്കും ആസ്വദിക്കാവുന്ന, എല്ലാവർക്കും പങ്കുചേരാവുന്ന, എല്ലാവരോടും സംവദിക്കുന്ന തരത്തിലുള്ള ഒരു കല രൂപപ്പെടുകയാണ് ഈ ചലച്ചിത്ര ഗാനങ്ങളിലൂടെ സംഭവിക്കുന്നത്. വാസ്തവത്തിൽ ഇപ്പോൾ കവിത പോലെയോ അല്ലെങ്കിൽ നോവൽ പോലെയോ ചെറുകഥ പോലെയോ ഉദാത്തമായിട്ടുള്ള അല്ലെങ്കിൽ അത്ര വലിപ്പം അവകാശപ്പെടാവുന്ന ഒരു സാഹിത്യ ശാഖയല്ല ഈ ചലച്ചിത്ര ഗാനങ്ങളുടേത്. അതൊരു വളരെ സവിശേഷമായിട്ടൊരു ഒരു ഒരു കലാമേഖലയാണ്. കാരണം ഒന്നത് ഒരു ചലച്ചിത്രഗാനം എന്ന് പറയുന്നത് ഈ സിനിമകളുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം നിൽക്കുന്നതാണ്. അതിനപ്പുറത്തേക്ക് അതിന് ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാകുന്നതുകൊണ്ട് അതിൻ്റെ എല്ലാ പരിമിതികളും, അതുപോലെ തന്നെ സിനിമയ്ക്ക് സംഭവിക്കുന്ന രൂപപരിണാമ മാറ്റങ്ങളും, അതുപോലെ തന്നെ അതിൻ്റെ കച്ചവടപരമായിട്ടുള്ള വ്യാപാരപരമായിട്ടുള്ള സ്വാധീനങ്ങളും എല്ലാം ഇതിനെ സ്വാധീനിക്കുന്ന ഒന്നാണ് ഈ ചലച്ചിത്രഗാനങ്ങൾ. എങ്കിൽ പോലും മലയാളി അയാളുടെ ഏകാന്തതകളെയും അയാളുടെ പ്രണയത്തെയും അയാളുടെയും അവളുടെയും രണ്ടുപേരുടെയും പ്രണയത്തെയും ഏകാന്തതകളെയും നിശബ്ദതകളെയും ഒക്കെ പരിചരിക്കുന്ന ഒന്നായിട്ട് ഈ ചലച്ചിത്രഗാനങ്ങളെ സ്വീകരിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഇപ്പോൾ വലിയ ശാസ്ത്രീയ സംഗീതത്തിൻ്റെയോ ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ ഗസലുകളുടെയൊക്കെ ലോകത്തേക്ക് എല്ലാവർക്കും സഞ്ചരിക്കാൻ കഴിയില്ല. അതിന് പ്രത്യേക കുറച്ചുകൂടി അഭ്യസിക്കേണ്ടതുണ്ട്, പരിശീലിക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. ചലച്ചിത്രഗാനങ്ങൾ ഏതൊരു മനസ്സിലേക്കും, ഭാഷ അറിയാത്തവർക്ക് പോലും അല്ലെങ്കിൽ സാഹിത്യം ഒന്നും കാര്യമായി പഠിക്കാത്തവരിലേക്ക് പോലും വളരെ എളുപ്പത്തിൽ കയറി വരുന്ന ഒന്നാണ്. നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള മൃദുല വികാരങ്ങളെയൊക്കെ തൊട്ട് തലോടുന്നതാണ്, ഗൃഹാതുരത്വം ഉണ്ടാക്കുന്നതാണ്, ഓർമ്മകളെ വിളിച്ചുണർത്തുന്നതാണ്. അപ്പോൾ ആ നിലയ്ക്ക് അത് ഒരേ സമയം വളരെ സ്വകാര്യമായിട്ടുള്ള ഏകാന്തമായിട്ടുള്ള നമ്മുടെ നിമിഷങ്ങളെ പരിചരിക്കുന്നുണ്ട്. അതേസമയം തന്നെ നമ്മുടെ കൂട്ടായ്മയെ കൂടിച്ചേരുമ്പോഴുണ്ടാകുന്ന ഉത്സാഹങ്ങളെ, സന്തോഷങ്ങളെ അതിനെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. സജിത് സാറിന് പറയാനുള്ള. റഫീഖ് സാർ വളരെ വിശദമായിട്ട് ചലച്ചിത്ര ഗാനങ്ങളെക്കുറിച്ച് പറഞ്ഞു. ചലച്ചിത്ര ഗാനങ്ങൾ മലയാളത്തിൽ ഉണ്ടായത്, ഇന്ന് കാണുന്ന ചലച്ചിത്ര ഗാനങ്ങൾ, സിനിമയുടെ പാട്ടുകൾ എന്ന തരത്തിൽ ചലച്ചിത്ര ഗാനങ്ങൾ ഉണ്ടായത് 1938 കാരണം 1938 മലയാളത്തിൽ ആദ്യത്തെ ശബ്ദചിത്രം വരുന്നത്. ബാലൻ എന്നായിരുന്നു ശബ്ദചിത്രത്തിൻ്റെ പേര്. ആ സിനിമയിൽ 23 പാട്ടായിരുന്നു. 23 പാട്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് ഗാനരചയിതാക്കൾക്ക് വലിയ പ്രാധാന്യം. 23 പാട്ടായിരുന്നു. എൻ്റെ ഗ്രാമക്കാരനായ മുതുകുളം രാഘവൻ പിള്ള, അദ്ദേഹമാണ് മലയാള സിനിമയിലെ ആദ്യത്തെ ഗാനരചയിതാവ്. വലിയൊരു ഭാഗ്യം ഞങ്ങൾക്ക്. അപ്പോൾ മുതുകുളം രാഘവൻ പിള്ളയിൽ തുടങ്ങിയ ഒരു യാത്രയാണ്. ഭാരതത്തിൻ പൊൻവിളക്കാം കേരള മേദിനി ദേവി ചാരുതര ഗുണാരാമ രാജിതയല്ലോ എന്ന ആദ്യത്തെ പാട്ട് അദ്ദേഹം എഴുതി. അതിൽ ചാരുതര ഗുണാരാമ രാജിതയല്ലോ എന്നൊക്കെ എഴുതിയാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും എന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ അങ്ങനെ പാട്ടുകൾ, അത്തരത്തിലായിരുന്നു പാട്ടുകൾ ആദ്യ കാലഘട്ടത്തിൽ. അവിടെ നിന്ന് നമുക്ക് പാട്ടിന് വലിയൊരു മാറ്റമുണ്ടാകുന്നത് 1954 മുതലാണ്. 1954 സിനിമാ പാട്ടുകളും സിനിമയ്ക്കും ഒരു വലിയ ഒരു നാഴികക്കല്ല് അല്ലെങ്കിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകുന്നത്. അത് നിങ്ങൾക്കറിയാവുന്നതുപോലെ നീലക്കുയിൽ എന്ന് പറയുന്ന സിനിമയും അതിലെ പാട്ടുകളുമാണ്. അതിന് മുമ്പ് 762 752 പാട്ട്
മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. നമ്മൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ 763 പാട്ട്, ആ പാട്ട് ഇന്നും നമ്മൾ ഇനി ജെൻസിയിലും ആൽഫയിലും ഒക്കെ പാടി നടക്കുന്ന ഏറ്റവും പുതിയ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് പോലും അറിയാവുന്ന പാട്ടായി ആ പാട്ട് നിലനിൽക്കുന്നു. അത് ഞാനതിൻ്റെ ഒരു വരി പാടാം, നിങ്ങൾക്ക് ബാക്കി നമുക്കെല്ലാവർക്കും കൂടെ പാടാം. എല്ലാവരും ചൊല്ലണ്, എല്ലാവരും ചൊല്ലണ്, മുത്തുമാഷേ, കല്ലാണി നെഞ്ചിലെന്ന് കരിങ്കല്ലാണ്, കരിങ്കല്ലാണി നെഞ്ചിലെന്ന് ഞാനിന്ന് തൊട്ടപ്പോൾ നീല കരിമ്പിൻ്റെ തുണ്ടാണ് കണ്ടതയ്യ, ചക്കര തുണ്ടാണ് കണ്ടതയ്യ. നോക്കൂ, ആ വാക്കുകൾ നോക്കൂ. ചാരുതര ഗുണാരാമ രാജിതയിൽ നിന്നും വാക്ക് മാറുന്നത് കണ്ടോ? വളരെ ലളിതമായിട്ട് പാട്ടുകൾ മാറുന്നു. ആ സിനിമയിൽ ആ ഒരു പാട്ട് മാത്രമല്ല, 8 പാട്ട്, ഒരു പാരമ്പര്യ കീർത്തനം, അങ്ങനെ 9 പാട്ടാണ് ആ സിനിമയിലുള്ളത്. അതിലെ മറ്റു പാട്ടുകൾ അതും നിങ്ങൾക്കറിയാവുന്ന പാട്ടുകളാണ്. ഏതാണ്? കുയിലിനെ തേടി. ഇവരൊന്നും പാടുന്നില്ല, ഞങ്ങളുടെ ഓളയിലെ പിള്ളേരെല്ലാം നല്ല പാടും. കുതിച്ചു പായും മാര പട്ടുക്കുപ്പായക്കാര, നിന്നോടു ഞാനൊരു കിന്നാരം ചോദിക്കാം, ഞാനൊരു കിന്നാരം ചോദിക്കാം. എല്ലാവർക്കും അറിയാവുന്ന പാട്ട്. നോക്കൂ, അതിൻ്റെ വാക്കുകളും നോക്കൂ, വളരെ സിമ്പിളാണ്. ആശയങ്ങൾ എത്ര മനോഹരമായിട്ടാണ് ഇങ്ങനെ, എന്താണ് നമ്മൾ പറയല്ലോ, വളരെ സൗന്ദര്യാത്മകമായി നമ്മളിലേക്ക് കടന്നു വരുന്നത്. ഇനി നോക്കൂ, അതിലെ വേറെയും ഉണ്ട് പാട്ടുകൾ, മനോഹരമായ പാട്ടുകൾ. അതിലെ പാട്ടെന്ന് പറയുന്നത് ഞങ്ങളുടെ ക്യാമ്പസിലൊക്കെ, ഇവിടെ എങ്ങനെയാണെന്നറിയില്ല, ഞങ്ങളുടെ ക്യാമ്പസിലൊക്കെ ഇപ്പോഴും പെൺകുട്ടികളും മരിച്ചവട്ടി കൂടെ പോകുമ്പോൾ പാടുന്ന പാട്ടാണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പാട്ടാണ്. കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലുക്കിയ സുന്ദരി, പെണ്ണു കെട്ടിന് കുറിയെടുക്കുമ്പോ ഒരു നറുക്കിനു ചേർക്കണേ. ഇവിടെ നല്ല ഡീസൻറ്റ് ക്യാമ്പസ് ആയതുകൊണ്ട് അങ്ങനെയൊന്നും ഇല്ലെന്നാണ് സാറുമാർ പറഞ്ഞത്, അശോക് ഡി ക്രൂസ് മാഷ് പറഞ്ഞത്. പക്ഷെ ഞങ്ങളുടെ ക്യാമ്പസിലൊക്കെ ഇങ്ങനെ പിള്ളേർ പോകുമ്പോൾ പാടും, ഒരു നറുക്കിന് ചേർക്കണേന്ന്. അവർക്ക് നല്ലത് കിട്ടും, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ ആ പാട്ട് നോക്കൂ, 1954 വന്ന പാട്ടുകളാണ്. ഇനി നോക്കൂ, കോഴിക്കോട് അബ്ദുൽ ഖാദർ മാഷിനെ എക്കാലത്തും ഓർമ്മിക്കുന്ന പാട്ട്. എങ്ങനെ നീ മറക്കും കുയിലേ, എങ്ങനെ നീ മറക്കും. സംസ്കാരം എങ്ങനെയാണ് ഒരു പാട്ടിൽ പ്രതിഫലിക്കുന്നത്? അക്കാലത്തെ കാർഷിക സംസ്കാരം. പെണ്ണിനെ കുറിച്ച് പാടുമ്പോൾ, പാടം പച്ചച്ച പാവാടയിട്ടപ്പോ പാവം നീ എത്ര മേൽപോട്ടു പൊന്തി എന്നാ പെൺകുട്ടി വളർന്നു എന്ന് പറയുന്നത്. എന്തൊരു ദാഹം, എന്തൊരു വേഗം, എന്തൊരു തീരാത്ത തീരാത്ത ശോകം, എങ്ങനെ. ഒരു പാത്തസുണ്ട് ഇങ്ങനെ അങ്ങനെ വളരെ എന്നും നമ്മളുടെ മനസ്സിൽ നിൽക്കുന്ന പാട്ടുകൾ. ഭാസ്കരൻ മാസ്റ്ററാണ്, രാഘവ മാസ്റ്ററാണ്. നാടൻ പാട്ടിൻ്റെ ഈണമാണ്. നല്ല നാളികേരത്തിൻ്റെ നമ്മുടെ കരിക്കിൻ്റെ ഇളനീരിൻ്റെ രുചിയാണ്. പക്ഷേ ഭാസ്കരൻ മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്. നേരത്തെ ഉള്ള ആ ചാരുതര ഗുണാരാമ രാജിതയിൽ നിന്നും, അല്ലെങ്കിൽ പുത്തങ്കാവ് മാത്തന്തരകൻ അദ്ദേഹം മഹാകവി, അദ്ദേഹം എഴുതി, ശങ്കരക്കുറുപ്പ് മാഷ് നിർമ്മലയിൽ എഴുതി. അവിടെ നിന്നൊക്കെ ഇങ്ങനെ പാട്ടുകളെ വളരെ ലളിതവൽക്കരിച്ച് ചലച്ചിത്ര ഗാനങ്ങളെ മനുഷ്യ മനസ്സുകൾ കീഴടക്കാൻ കഴിയുന്ന ഒരു ഉപകരണം, ഒരു ടൂളാക്കി എങ്ങനെ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതിന് ഭാസ്കരൻ മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. നാടകങ്ങളാണ് ഏറ്റവും കൂടുതൽ സഹായിച്ചത്. അക്കാലഘട്ടത്തിൽ നാടക ഗാനങ്ങൾ ചലച്ചിത്രങ്ങളെക്കാൾ, സിനിമകളുടെ പാട്ടുകളെക്കാൾ നാടകങ്ങളുടെ പാട്ടാണ് ജനങ്ങളെ സ്വാധീനിച്ചിരുന്നത്. വിപ്ലവ പാർട്ടികളുടെ മീറ്റിങ്ങുകളിൽ പാട്ടുകൾ, വിപ്ലവ ഗാനങ്ങൾ ആദ്യം പാടിയതിന് ശേഷമാണ് സമ്മേളനം തുടങ്ങിയിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടം. എങ്ങനെയുള്ള പാട്ടുകൾ? 1952 പാട്ടുകളിലൂടെ ആശയപ്രചരണത്തിനുള്ള ഒരു ഉപകരണമായി പാട്ടുകളെ ഉപയോഗിച്ച് തുടങ്ങുന്നു. 1952 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രചരണത്തിന് വേണ്ടി മധ്യ കേരളത്തിൽ ഒരു നാടക സമിതി തന്നെ ഉണ്ടാക്കുന്നു. ആദ്യത്തെ നാടകം KPAC എന്നാണ് അതിൻ്റെ പേര്. ആദ്യത്തെ നാടകം എൻ്റെ മകനാണ് ശരി.
ആ നാടകം ക്ലിക്കായില്ല. ആ നാടകത്തിലെ പാട്ടുകൾ എഴുതിയത് പുനലൂർ ബാലമാഷാണ്. ആ പാട്ടുകൾ ഹിറ്റായില്ല. പക്ഷെ അടുത്ത നാടകത്തിലെ പാട്ടുകൾ, ആ നാടകത്തിലെ പാട്ടുകൾ നിങ്ങൾ ഇപ്പോഴും പാടി നടക്കുന്ന പാട്ടുകൾ. ONV കുറുപ്പ് മാഷ് എഴുതി ദേവരാജൻ മാസ്റ്റർ സംഗീത സംവിധാനം ചെയ്ത അതിലെ പാട്ടുകൾ 1952 വന്ന പാട്ടുകൾ ഏതാണ്? പൊന്നരിവാളമ്പിളിയിൽ കണ്ണെറിയുന്നോളെ, ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ, വാടി നിൽക്കുന്നോളെ. നോക്കൂ, പെണ്ണ് ഏകാന്തതയിലാണ്. ഞാനിത് ഈ ഏകാന്തത ഇതിൻ്റെ ഒരു സബ്ജക്റ്റായോണ്ട് പറഞ്ഞു. ഏകാന്തതയിൽ നിൽക്കുന്ന പെൺകുട്ടി പ്രതീക്ഷയുടെ ചന്ദ്രക്കലയെ നോക്കിക്കൊണ്ട് പാടുകയാണ്. പൊന്നരിവാൾ അമ്പിളിയിൽ കണ്ണെറിഞ്ഞു നിൽക്കുന്നവൾ. അപ്പോൾ അങ്ങനെ ആ പാട്ടുകൾ, അതിലെ പാട്ടുകൾ, വെള്ളാരം കുന്നിലെ പൊന്മുളം കാട്ടിലെ പുല്ലാങ്കുഴലൂതും കാറ്റേവാ. അപ്പോൾ വളരെ ലളിതമായി നാടകങ്ങളുടെ പാട്ടുകൾ ജനസമൂഹത്തിനെ ലക്ഷ്യമിട്ട്, അതായത് സമൂഹത്തിൻ്റെ സ്വപ്നങ്ങളെയും സങ്കല്പങ്ങളെയും പരിവർത്തനങ്ങളെയും ലക്ഷ്യമിട്ട് അവതരിപ്പിക്കപ്പെടുകയും അത് സിനിമയിലേക്ക് കടം കൊള്ളുകയും ചെയ്തു. പിന്നീട് 54 മുതൽ നീലക്കുയിലോടുകൂടി ആരംഭിച്ച പാട്ടുകളുടെ ഒരു യാത്ര, അത് പിന്നെ മനോഹരമായൊരു യാത്രയായി അങ്ങനെ തുടർന്നു. പിന്നീടാണ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഏകാന്തത എന്ന് പറയുന്നത് ഹൃദയശാന്തതയാണെന്നാണ് മഹാന്മാർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം വേഡ്സ്വർത്തിൻ്റെ ഒരു ഇംഗ്ലീഷ് ഏകാന്തതയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, അതിൻ്റെ മലയാളം ഇങ്ങനെയാണ്: ഒറ്റയ്ക്കൊരു മേഘം പോലെ ഞാൻ അലഞ്ഞു, കുന്നുകളും താഴ്വരകളും കടന്നു. നമ്മൾ പാട്ടിലൂടെ എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മളുടെ ആത്മാവിൻ്റെ ഭക്ഷണമാണ് സംഗീതം എന്നാണ്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മളെ വല്ലാതെ സ്വാധീനിക്കും. ഞാൻ പെട്ടെന്ന് ഏകാന്തതയും പാട്ടുമായി കണക്ട് ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന പാട്ട്, പല പാട്ടുകളുണ്ട് മലയാള സിനിമയിൽ ഏകാന്തതയുമായി, അല്ലെങ്കിൽ ഏകാന്തതയിൽ ഇരിക്കുമ്പോൾ നമ്മളെ പാട്ടിലാക്കിയ പാട്ടുകൾ എന്നാണ് ടൈറ്റിൽ. നമ്മളെ പാട്ടിലാക്കിയ പാട്ടുകൾ ഒരുപാടുണ്ട്. പക്ഷെ പെട്ടെന്ന് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി, ഒരു മാത്ര വെറുതെ നനച്ചുപോയി. എന്നിട്ട് ആ പാട്ടിൻ്റെ ബാക്കി വരികളിലൂടെ നിങ്ങൾ ഇന്നത് കേട്ടു നോക്കണം. മുറ്റത്തു ഞാൻ നട്ട ചെമ്പകത്തൈകളിൽ ആദ്യത്തെ മൊട്ടു വിരിഞ്ഞ നാളിൽ സ്നിഗ്ധമാം ആരുടെയോ മുടിച്ചാർത്തിലൻ. അങ്ങനെ 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 അങ്ങോട്ട് പോകുന്ന ആ മനോഹരമായ വരികളെന്ന് ഓർത്തു നോക്കണം. എന്നിട്ട് ആ പാട്ടിൽ നിന്ന് രാത്രിയിൽ ഏകാന്തതയിൽ ഇരുന്നൊന്ന് കേട്ടു നോക്കണം. അതുപോലെ ഏകാന്തതയിൽ നമ്മളെ കരയിപ്പിക്കുന്ന മറ്റൊരു പാട്ടാണ് രാക്കിളിതൻ വഴിമറയും നോവിൻ പെരുമഴക്കാലം. ഒന്ന് ആ പാട്ടിൽ നിന്ന് കേട്ടു നോക്കണം നിങ്ങൾ. രാത്രിയിൽ ഒറ്റയ്ക്കിരുന്ന് എത്രമാത്രം നിങ്ങളെ അത് വേട്ടയാടും. ആ എഴുത്തുകാരൻ, കവി എങ്ങനെയാണ് നമ്മളുടെ വെറുതെ അതൊരു ട്യൂണായി ഇങ്ങനെ തരര തരര എന്ന് പാടിയാലൊന്നും ഇപ്പോഴും ഈ എഴുത്തുകാരന് വലിയ പ്രാധാന്യമില്ലാതെ നമ്മളെപ്പോഴും യേശുദാസിൻ്റെ പാട്ട്, ജയചന്ദ്രൻ്റെ പാട്ട്, രവീന്ദ്രൻ മാസ്റ്ററുടെ പാട്ട്, അല്ലെങ്കിൽ ജോൺസൺ മാസ്റ്ററുടെ പാട്ട്, ദേവരാജൻ മാസ്റ്ററുടെ പാട്ടെന്നേ പറയാറുള്ളൂ. പക്ഷേ ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നവൻ എഴുത്തുകാരനാണ്. വിഷ്ണുവും പരമശിവനും നമ്മളുണ്ട്, ത്രിമൂർത്തികളാണ്. പക്ഷെ വിഷ്ണുവിനും പരമശിവനും ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് നാട്ടിൽ. ബ്രഹ്മാവിനെ കുറിച്ച് ആരും അങ്ങനെ ചിന്തിക്കുന്നില്ല. ബ്രഹ്മാവാണ് ഏറ്റവും പ്രധാനം. ഇത് സൃഷ്ടിക്കുന്നു. രാക്കിളീതൻ വഴിമറയും നോവിൻ പെരുമഴക്കാലം. ആരാ എഴുതിയത്? ആ പാട്ട് കേൾക്കുന്നവരൊരിക്കലും മറക്കില്ല. നമുക്ക് വീണ്ടും വരാം. സാറ് കൂടുതൽ കാര്യങ്ങൾ പറയും. ആദ്യകാല പാട്ടുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യ ഘട്ടത്തിലൊക്കെ ഈണത്തിനനുസരിച്ച് അല്ല വരികൾക്കനുസരിച്ച് ഈണം നൽകുന്ന രീതിയായിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ട് ഈണത്തിനനുസരിച്ച് വരികൾ ചമയ്ക്കുന്ന രീതിയിലേക്ക് മാറി. അപ്പോൾ ഈ ഒരു മാറ്റത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ശരിക്ക്
ഏറ്റവും ആദ്യത്തെ പാട്ടുകൾ എന്ന് പറയുന്ന മലയാളത്തിൽ ഈണങ്ങൾക്കനുസരിച്ച് തന്നെയാണ്. ഈ ഹിന്ദി ട്യൂണുകളൊക്കെ ആണല്ലോ, ഹിന്ദി തമിഴ് ട്യൂണുകൾക്കനുസരിച്ച് എഴുതപ്പെട്ട പാട്ടുകളാണ് ആദ്യകാലത്തുണ്ടായത്. മഹാകവി ജി ശങ്കരക്കുറുപ്പൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ ദക്ഷിണാമൂർത്തി സ്വാമി പോലും അന്നത്തെ പോപ്പുലറായിട്ടുള്ള ഹിന്ദി പാട്ടുകളുടെ ഈണത്തിലാണ് ആ ട്യൂൺ കൊടുത്തിട്ട് അതിൽ വരികൾ എഴുതുന്ന ഒരു സംഗതിയാണ്. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ 54-ലാണ് അതിൽ വലിയ മാറ്റം വരുന്നത്. നീലക്കുയിലോട് കൂടിയിട്ടാണ് മാറ്റം വരുന്നത്. അതിന് മുമ്പും മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, നാടകഗാനങ്ങളുണ്ടായിരുന്നു ഒക്കെ ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ വരി എഴുതി അതിന് സംഗീതം കൊടുത്ത് ഒരു പുതിയൊരു കൾച്ചർ ഉണ്ടാവുന്നത് നീലക്കുയിലിൻ്റെ കാലം മുതലാണ്. ആ ഒരു സംഗതി ഇന്നും തുടർന്നുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ ഒരു ഏകദേശം ഒരു 70-കളുടെ അവസാനത്തോട് കൂടിയിട്ട് ഈ സംഗീതം ആദ്യം ചെയ്യുന്ന, ഈണം ആദ്യം ചെയ്യുന്ന ഒരു സംഗതിക്ക് കൂടുതൽ പ്രാധാന്യം വന്നു. അത് സിനിമയ്ക്ക് വന്ന മാറ്റം കൂടി അതിന് പ്രധാനപ്പെട്ട കാരണമാണ്. സിനിമയിൽ ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന ഒരു പുതിയ സിനിമ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഏതെങ്കിലും സിനിമയുടെ പേര് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ARM അല്ലേ? ARM എന്ന് പറഞ്ഞ സിനിമയിൽ പിന്നെ നമുക്കതിൽ ആത്മവിദ്യാലയമേ ആ പാട്ടൊന്നും വെക്കാൻ പറ്റില്ല. സിനിമ മാറിപ്പോയി, അതിനാകെ മൊത്തം മാറി. അപ്പോൾ അതുകൊണ്ട് അവർ സിനിമയ്ക്ക് സംഗീതം ചെയ്യുന്ന ആളുകൾ ആ സിനിമയുടെ ടെമ്പോ, അതിൻ്റെ സംഗീതത്തിൻ്റെ അതിൻ്റെ ഒരു താളം, അതിനനുസൃതമായിട്ടുള്ള ട്യൂണുകളുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സിനിമ പാട്ടുകൾ വിലയിരുത്തുമ്പോൾ സിനിമയുടെ വളർച്ചയുടെയും പരിണാമത്തിൻ്റെയും ആ ഭാഗത്തു നിന്നുകൊണ്ട് മാത്രമേ അതിനെ കാണാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. പക്ഷേ എന്നിട്ടും ഈണം വരികൾ എഴുതിയിട്ട് ഈണം ചെയ്യുന്ന സംഗതി നിലനിൽക്കുന്നു. ഞാൻ തന്നെ എത്രയോ പാട്ടുകൾ പിന്നെ വരികൾ എഴുതിയിട്ട് ഈണം ഉണ്ടാക്കിയിട്ടുള്ള സംഗതികളുണ്ട്. പക്ഷെ പലർക്കും യഥാർത്ഥത്തിൽ സംഗീത സംവിധായകൻ്റെ മിടുക്ക് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന വരികൾക്ക്, അവർക്ക് കൊടുക്കുന്ന വരികൾക്ക്, ആ വരികളുടെ ഉള്ളിൽ ഒളിഞ്ഞു നിൽക്കുന്ന സംഗീതം കണ്ടെത്തിയിട്ട് അതായത് വരികൾക്ക് ചിറക് കൊടുക്കുന്ന ഒരു സംഗതിയാണ്. വളരെ പ്രൊസൈക്കായിട്ടുള്ള പല വരികളും നമുക്കറിയാം. നമ്മളിപ്പം പ്രത്യേകിച്ചൊന്നും ഒരു സംഗീതാത്മകമൊന്നും അല്ലാത്ത, ഇപ്പം വളരെ പ്രശസ്തമായിട്ടുള്ള തന്നെ എടുത്തോളൂ. ഇപ്പോൾ വയലാറിൻ്റെ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവെച്ചു. ഇത് ഒരു പേപ്പറിൽ എഴുതിയിട്ട് നമ്മൾ വായിക്കുമ്പോൾ നല്ലൊരു കവിതയാണത്. വളരെ ആശയ ഗംഭീരമായിട്ടുള്ള ഒരു കവിതയാണ്. പക്ഷേ അതിനകത്ത് ഈ സംഗീതം വന്നപ്പോഴാണ് വലിയ മാറ്റം. അപ്പോൾ അതിനകത്തുള്ള സംഗീതം കണ്ടെത്താൻ അല്ലെങ്കിൽ സംഗീതം കൊടുക്കുക എന്നുള്ളതാണ് ശരിക്കുള്ളൊരു വെല്ലുവിളി. ഇപ്പോൾ മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ സാഗരഗീതം എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ കവിത ഉണ്ട്. ശ്രാന്തമമ്പരം നിതാഘോഷ്മള സ്വപ്നാക്രാന്തം താന്തം ആരബ്ധക്ലേശ രോമന്ധം മമസ്വാന്തം എന്നൊക്കെ വരുന്നൊരു കവിതയാണ്. അതൊന്നും പാടിക്കൊടുക്കാൻ പറ്റുമോ? യേശുദാസ്, അത് ദക്ഷിണാമൂർത്തി സ്വാമി സംഗീതം ചെയ്തിട്ട് യേശുദാസ് പാടിയിട്ടുണ്ട്. അതൊന്നും പാടാൻ പറ്റും? ശ്രാന്തമംബരം ശ്രാന്തമംബരം നിദാഘോഷ്മള സ്വപ്നാക്രാന്തം താം. അല്ല, ഞാൻ പറഞ്ഞു തന്നത് ഇത്രയും സംസ്കൃത പദജടിലമായിട്ടുള്ള ബഹുലമായിട്ടുള്ള അങ്ങത്രയും ഒരു കഠിനമായിട്ടുള്ള വാക്കുകളൊക്കെ ഉള്ള ഒരു കാവ്യത്തിനെ പോലും അപ്പോൾ അതിനെപ്പറ്റി ശങ്കരക്കുറുപ്പ് പറഞ്ഞു തന്നെ എൻ്റെ പാട്ടിനെ സ്വാമി പഞ്ഞിയാക്കി കളഞ്ഞല്ലോ എന്ന് മറ്റാണ് പറഞ്ഞത് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ശരിക്കും. പക്ഷേ സംഗീതം ആദ്യം തരുമ്പോഴും അത്ര വലിയൊരു മിടുക്കാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എഴുതുന്ന ആൾക്കും ഏകദേശം മനസ്സിലാക്കാൻ പറ്റും ഇത് എഴുതി കഴിഞ്ഞാൽ ഏത് തരത്തിൽ വരും ഈ പാട്ട് എന്നുള്ളത്. ഇപ്പോൾ നമുക്കൊരു ട്യൂൺ തരികയാണ്, താരാരാ താരിരി ടീരിരി എന്നുകൊണ്ട് അതിനനുസരിച്ച് എഴുതാൻ പറയുമ്പോൾ നമുക്കത് എന്തെങ്കിലുമൊക്കെ എഴുതാം. കാക്ക വന്ന് പൂച്ച ഒന്നൊക്കെ എഴുതാമല്ലോ. അപ്പോൾ അത് നേരത്തെ നമുക്ക് അറിയാനും പറ്റും എന്തായിരിക്കുന്നത്. പക്ഷേ ആ സമയം നമ്മൾ എഴുതി കൊടുക്കുന്ന വരികൾക്ക് അത് എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സൂഫി പറഞ്ഞ കഥയിൽ തെക്കിനിക്കോലായ ചുമരിൽ ഞാൻ എൻ്റെ പൊട്ടിയ കൈവളത്തുണ്ടിനാലെ കോരിയൊരു അവ്യക്ത ചിത്രം ഇന്നാരുടെ കോമള രൂപമായി മാറി. തെക്കിനിക്കോലായ ചുമരിൽ ഞാൻ എൻ്റെ പൊട്ടിയ, അങ്ങനെ എഴുതി കൊടുത്തിട്ടുള്ളതാണ്. അത് അദ്ദേഹം മോഹൻ സിത്താര 5 or 6 ട്യൂൺ ചെയ്തിട്ട് അത് ഞങ്ങളതിന്ന് എടുക്കുക ചെയ്തു. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുള്ള വരികളിൽ നിന്ന് ഒരു മനോഹരമായിട്ടുള്ള സംഗീതം
രൂപപ്പെടുത്തിയെടുക്കുക എന്ന് പറയുന്നതാണ് ശരിക്കുള്ള ചാലഞ്ച്. പക്ഷേ നമുക്ക് നോക്കാവുന്നത് ഒരു അനുവാചകർ എന്നുള്ള നിലയ്ക്ക് നമ്മളതിനെക്കുറിച്ചൊന്നും കൂടുതൽ ബേജാറാവേണ്ട കാര്യമില്ല. പാട്ട് കേൾക്കുമ്പോൾ അത് നമുക്ക് അനുഭൂതി തരുന്നുണ്ടോ, നമ്മുടെ മനസ്സിനോട് ചേർന്ന് പോകുന്നുണ്ടോ, നമ്മുടെ ഉള്ളിൽ തങ്ങുന്നുണ്ടോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. മലയാളത്തിലെ പല പാട്ടുകളും ഇപ്പോൾ ഇവരെ പുതിയ തലമുറയ്ക്കൊന്നും, ഇപ്പോൾ ഞാനിവിടെ പരാമർശിക്കുന്ന പാട്ടുകൾ പലതും നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാവില്ല. ഇപ്പോൾ കുളി കഴിഞ്ഞു കോടി മാറ്റിയ ശിശിരകാല ചന്ദ്രിക എന്നൊരു പാട്ടുണ്ട്. എനിക്ക് പാടാറിയില്ല അതുകൊണ്ട്. അപ്പോൾ ആ പാട്ടൊക്കെ ഒരിക്കലും നമുക്കത് സംഗീതം ചെയ്തിട്ട് എഴുതിയതാണെന്ന് മനസ്സിലാവില്ല. അത് സംഗീതം ചെയ്ത ശേഷം വരികൾ എഴുതിയിട്ടുള്ള പാട്ടുകളാണ്. ചെമ്മീനിലെ പാട്ടുകൾ, പുത്തൻ വലക്കാരേ, പുന്നപ്പറക്കാർ, അങ്ങനെ അതുപോലെ തന്നെ മറ്റേ മാനസമയിനെ വരൂ, അത് പിന്നെ മനസ്സിലാവും. അല്ലെങ്കിൽ അതുപോലത്തെ നിരവധി ചെമ്മീനിലെ പാട്ടുകളൊക്കെ ആദ്യം ട്യൂൺ ചെയ്തിട്ട് എഴുതുന്നതാണ്. നമ്മുടെ സലിൽ ചൗധരിയുടെ ഒട്ടുമിക്ക പാട്ടുകളും അങ്ങനെ തന്നെ. കാതിൽ തേൻമഴയായി, കാതിൽ തേൻമഴയായി പാടു കാറ്റേ കടല്, അതൊക്കെ ട്യൂൺ ചെയ്ത ശേഷം അങ്ങനെ നിരവധി. അപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അതിൻ്റെ, ഇപ്പോൾ നമ്മളൊരു മസാല ദോശ കഴിക്കുമ്പോൾ അതിനകത്ത് ഉള്ളിയും ഉരുളക്കിഴങ്ങും മറ്റ് സംഗതികളൊക്കെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കാതെ മസാല ദോശയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മസാല ദോശയുടെ വിജയമാണ്. പാട്ടിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അതിങ്ങനെ വേവാതെ അല്ലെങ്കിൽ അങ്ങനെ കിടക്കാൻ പാടില്ല, അത്രേ ഉള്ളൂ. അതിൽ പാട്ട് വരി എഴുതിയിട്ട് ട്യൂൺ ചെയ്യുന്നതാണോ സംഗീതം ഇട്ടിട്ട് ട്യൂൺ ചെയ്യുന്നതാണോ എന്നുള്ള എക്കാലത്തും അതൊരു ഡിബേറ്റബിളാണ്. അപ്പോൾ ആദ്യകാലത്ത് സാർ പറഞ്ഞതുപോലെ വരികൾ എഴുതിയിട്ടാണ് ട്യൂൺ ഇട്ടുകൊണ്ടിരുന്നത്. ഏതാണ്ട് എല്ലാ പാട്ടുകളും അങ്ങനെയാണ്. ഇത് മാറ്റം വരുന്നത് 1964-ലാണ്. 1964 ഒരു കേരളക്കാരനല്ലാത്ത ഒരു മ്യൂസിക് ഡയറക്ടർ മലയാളത്തിലേക്ക് വരുന്നു. നേരത്തെ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു, സലിൽ ചൗധരി. അദ്ദേഹം വന്നിട്ട് ചെമ്മീനിലെ പാട്ടുകൾക്ക് ട്യൂണാണ് കൊടുക്കുന്നത്. വയലാർ സാറ് തന്നെ അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്, സലിൽ ചൗധരി സലിൽദാ വന്നു, ട്യൂൺ ഇട്ടിട്ട് പാട്ട് എഴുതണമെന്നാണ്, സംഗീതം നൽകിയ ശേഷം പാട്ട് എഴുതണമെന്നാണ് ആവശ്യപ്പെടുന്നത്. എനിക്കത് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, ഞാനതുകൊണ്ട് അതിൽ നിന്നും പിന്മാറുകയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ പിന്മാറിപ്പോയ വയലാർ രാമവർമ്മ സാറിനെ അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്ത് പോയി സംവിധായകനായ രാമു കാര്യാട്ട് അദ്ദേഹം വിളിച്ചുകൊണ്ടുവന്ന് നിങ്ങൾക്കത് കഴിയും എന്ന ആത്മവിശ്വാസം കൊടുത്ത് അദ്ദേഹം 4 പാട്ട്, ഈ 4 പാട്ടിനും ഒരു പൊതു സ്വഭാവമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. 4 വ്യത്യസ്തമാണ്. നിങ്ങൾക്കറിയാം, ഓരോ വയലാർ സാറിൻ്റെ പാട്ടുകളെക്കുറിച്ച് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ 4നും ഒരു പൊതു സ്വഭാവമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ 4ഉം അഭിസംബോധനകളാണ്. ആദ്യം ആ സ്ഥലത്തെ, കഥ നടക്കുന്ന സ്ഥലത്തെ അഭിസംബോധന ചെയ്യുന്നു. പുത്തൻ വലക്കാരേ, പുന്നപ്പറക്കാരേ, പുറക്കാട്ട് കടപ്പുറത്ത് ചാകര 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 എന്ന് ആ ദേശത്തെ അഭിസംബോധന ചെയ്യുന്നു. അത് കഴിഞ്ഞ് അവിടുത്തെ പുരുഷന്മാരെ അഭിസംബോധന ചെയ്യുന്നു. കടലിനക്കര പോണോരേ, കാണാ പൊന്നിന് പോണോരേ എന്ന് പുരുഷന്മാരെ അഭിസംബോധന ചെയ്യുന്നു. അതിനുശേഷം അവിടുത്തെ സ്ത്രീകളെ അഭിസംബോധന ചെയ്യുന്നു. പെണ്ണാളേ പെണ്ണാളേ, കരിമീൻ കണ്ണാളേ കണ്ണാളേ എന്ന് സ്ത്രീകളെ അഭിസംബോധന ചെയ്യുന്നു. ഇനി നോക്കൂ, ഏറ്റവും പ്രശസ്തമായ പാട്ട്, അത് മലയാളിയുടെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയ വികാരത്തെ, ഏറ്റവും വലിയ ഭാവത്തെ അഭിസംബോധന ചെയ്യുന്നു, പ്രണയത്തെ. മാനസമൈനെ വരൂ. എല്ലാം 4ഉം അഭിസംബോധന എന്ന പൊതു സ്വഭാവവും 4ഉം 4 വ്യത്യസ്ത ഭാവങ്ങൾ അവതരിപ്പിക്കുന്നു എന്നുള്ള വൈവിധ്യവും 4നും 4 തരത്തിലുള്ള വ്യത്യസ്തതയും. അപ്പോൾ നോക്കൂ, വയലാർ ട്യൂണിട്ട് പാട്ടെഴുതിയപ്പോൾ തികച്ചും, ചിലപ്പോൾ ഇതിനേക്കാൾ ഗംഭീരമായിട്ട് അദ്ദേഹം എഴുതി ട്യൂൺ ചെയ്താൽ ചിലപ്പോൾ ഇതിനേക്കാൾ മനോഹരമായേനെ, നമുക്കറിയില്ല. പക്ഷേ അദ്ദേഹം മഹാപ്രതിഭയായതുകൊണ്ട് അങ്ങനെ ചെയ്തു. അങ്ങനെ പിന്നീട് അന്ന് മുതലാണ് ട്യൂണിട്ട് പാട്ടെഴുതുക എന്നൊരു രീതി വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് എഴുതി ട്യൂൺ ചെയ്ത പാട്ടുകളുമുണ്ട്, ധാരാളം പാട്ടുകൾ, ഹിറ്റ് പാട്ടുകൾ തന്നെയുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള പാട്ട് അദ്ദേഹം എഴുതിയ ശേഷം ദേവരായ മാസ്റ്റർ ട്യൂൺ ചെയ്തതാണെന്നാണ് ഞാൻ, അതെ അതെ അങ്ങനെയാണ്. നോക്കൂ, എത്ര മനോഹരമാണ്. എഴുതിയ ശേഷം ട്യൂൺ ചെയ്തതാണ് എന്ന് നമുക്ക് തോന്നില്ല, അത്ര പെർഫെക്റ്റാണ് സംഗീതം. ഇപ്പോഴും നമ്മളെ
പ്രണയിക്കുന്നവരെ അല്ലെ വിരഹമുള്ളവരെ ഒക്കെ വല്ലാതെ ഒപ്പം സഞ്ചരിക്കുന്ന. അതുപോലെ അത് ONV സാറിൻ്റെ തന്നെ കവിതയാണ് മോഹം എന്ന കവിത. ഒരു വട്ടം കൂടി എന്നോർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. നേരത്തെ എഴുതിയതാണ്. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലിമരമൊന്നുലു തൂവാൻ മോഹം എന്ന കവിത. അതും എഴുതിയ കവിത MB ശ്രീനിവാസൻ സാറ് ട്യൂൺ ചെയ്തതാണ് ചില്ല് എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി. അപ്പം ഇങ്ങനെ അനേകം പാട്ട്. എന്തോ മരണമെത്തുന്ന അദ്ദേഹത്തിൻ്റെ സാറിൻ്റെ മരണമെത്തുന്ന നേരത്ത് എൻ്റെ അരികിലിരിക്കണം എന്നുള്ള പാട്ട് എഴുതിയ ശേഷം സംഗീത സംവിധാനം നിർവഹിച്ചതാണ്. അതുപോലെ എനിക്ക് തോന്നുന്നു മറ്റേ ശരദിന്ദു മലർദീപനാളം നീട്ടി, പുതിയ തലമുറ ഇതൊക്കെ കേട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. സുരഭിലയാമങ്ങൾ ശ്രുതിമീട്ടി, ഇതൊക്കെ എന്തൊരു മനോഹരമായ പാട്ടുകളാണ്. അപ്പോൾ എഴുതിയ ശേഷവും മനോഹരമായി സംഗീതം ചെയ്യാൻ കഴിയും. സാറ് നേരത്തെ പറഞ്ഞതുപോലെ സംഗീത സംവിധായകർ അപ്പർ ഹാൻഡ് നേടുകയും, പണ്ട് വയലാർ സാറ്, ONV സാറ്, ശ്രീകുമാരൻ തമ്പി സാറ്, ഭാസ്കരൻ മാസ്റ്റർ അവരൊക്കെ വലിയ പ്രതിഭകളായി നിന്നപ്പോൾ മ്യൂസിക് ഡയറക്ടർമാർ അതിന് താഴെ നിന്ന പോലെ, അല്ലെങ്കിൽ അങ്ങനെ നിന്നതിന് ശേഷം പിന്നീട് സംഗീത സംവിധായകർ വലിയ പ്രധാനപ്പെട്ടവരായി മാറുകയും അവർ പാട്ടുകളെ നിയന്ത്രിക്കുകയും ചെയ്ത ഒരു സമയം. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഡമ്മി ഇട്ട് എഴുതുന്ന ഇല്ലേ സാറേ, ഡമ്മി വാക്കുകളിട്ട് മ്യൂസിക് ഡയറക്ടേഴ്സ് തന്നെ പാട്ട് എഴുതും. അങ്ങനെയുണ്ട്, ഡമ്മി ഇട്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൈതപ്രം സാറിനെ കണ്ടപ്പോൾ സാറ് പറഞ്ഞു ഒരു പാട്ട് എഴുതിയതിൽ നിന്ന് സാർ അവസാനം ഇറങ്ങിപ്പോകേണ്ടി വന്നു. കാരണം മ്യൂസിക് ഡയറക്ടർ മുഴുവൻ ഡമ്മി ഇട്ട് വെച്ചിരിക്കുക. പുള്ളിക്ക് പുതിയൊരു വാക്ക് കിട്ടുന്നില്ല, എന്തെഴുതിയാലും അത് പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള സന്ദർഭമുണ്ട്. അപ്പോൾ ഡമ്മി ഇട്ട് എഴുതിയ ശേഷം ഇങ്ങനെ എഴുതണമെന്ന് പറയും. ഇനി അതിനുശേഷം ഇളയരാജ സാർ വന്നതോടുകൂടി സൗണ്ടിങ്ങിന് എഴുതണം എന്നായി. താത്തര താത്തത്ത തത്താത്തര തത്താത്ത എന്ന് പാടിക്കൊടുക്കും. ജീവിതത്തിൻ്റെ ചില്ലയിൽ എന്നൊക്കെ വേണം എഴുതാം. പക്ഷേ അങ്ങനെ പറ്റില്ല. അക്ഷരങ്ങൾ സൗണ്ടിനനുസരിച്ച് എഴുതണം. അപ്പോൾ എങ്ങനെയാണ്? ആറ്റിറമ്പിലെ കൊമ്പിലെ തത്തമ്മേ കളിത്തത്തമ്മേ എല്ലാ കഥ ചൊല്ലാതടി ഓലവാലി, ഇങ്ങനെ 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 എഴുതാൻ തുടങ്ങി. അപ്പോൾ ആദ്യം എഴുതിയ പല വരികളും മാറ്റിയിട്ട് എഴുതാൻ തുടങ്ങി. അങ്ങനെയുണ്ട്. അപ്പം ഇങ്ങനെ സംഗീതം ഇങ്ങനെ മാറി 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 വന്നുകൊണ്ടിരിക്കുകയാണ്. രചിച്ച് എഴുതിയ ശേഷം മനോഹരമായി ചെയ്യാൻ കഴിയും. നമ്മളിവിടെ പല പാട്ടുകളും അത്തരത്തിലുള്ള പാട്ടുകൾ പറഞ്ഞു, മനോഹരമായി ചെയ്യാൻ കഴിയും. പക്ഷേ ഇപ്പോൾ ഇങ്ങനെയാണ്, നാടോടുമ്പോൾ നടുവേ ഓടുക എന്നുള്ള ഒരു. ഇപ്പോൾ സാറ് തന്നെ ഒരിക്കൽ പയ്യന്നൂർ മേളയ്ക്ക് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. സാർ ഒരിടത്ത് പാട്ടെഴുതാൻ പോയപ്പോൾ ഈ പ്രണയ പശ്ചാത്തലമൊക്കെ പറഞ്ഞു കൊടുത്ത ശേഷം സാറ് പാട്ടെഴുതി. പിന്നെ നിലാവല തടാകത്തിന് മുന്നിൽ നിഴൽ വീണ് കിടക്കുന്നു, മതിച്ച കാറ്റ് പാറി നടക്കുന്നു എന്നൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ മതിച്ച കാറ്റെന്ന് എഴുതാൻ പാടില്ല എന്നൊരു നിർദ്ദേശം വന്നു. മതിച്ച കാറ്റെന്ന് എഴുതാൻ പാടില്ല, കാരണം പാടുന്നതൊരു ഗുണ്ടയാണ്. അതുകൊണ്ട് മതിച്ച കാറ്റെന്നൊന്നും ഗുണ്ട പാടത്തില്ല. അതുകൊണ്ട് അതിന് പറ്റിയ മതിച്ച കാറ്റ്. അപ്പോൾ അങ്ങനെ അക്ഷരം മാറ്റണം എന്ന് പറഞ്ഞു. അവസാനം സാർ ഉച്ചവരെ ശ്രമിച്ചിട്ട് അത് മുറിച്ച ബീഡിന്ന് എഴുതിയതായിട്ട് ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ സംഗീതം കൊടുത്തെഴുതുമ്പോൾ നേരത്തെ സാർ പറഞ്ഞതുപോലെ വാക്കുകൾക്ക് ചിറകുകൾ നൽകുക എന്നുള്ളതാണ് സംഗീതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇപ്പോൾ സംഗീതം അതിൻ്റെ ഏറ്റവും പുതിയ ഘട്ടത്തിൽ ഡമ്മി വാക്കുകൾ ഇടുന്നു. ചിലപ്പോൾ ഈ സംഗീതം തന്നെ ഈ എഴുതിയ വരികൾ തന്നെ മാറ്റിക്കളയും. നമ്മുടെ ആദ്യത്തെ VC ആയിരുന്ന ജയകുമാർ സാറ് വളരെ ദുഃഖത്തോടു കൂടി പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ആഹാ മനോരഞ്ജിനി എന്നുള്ള പാട്ട് സാർ എഴുതിയ പാട്ടാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആഹാ മനോരഞ്ജിനി സുരാംഗനി സൂപ്പർ സുരസുന്ദരി, അങ്ങനെയൊന്നും സാർ എഴുതില്ല. അപ്പം അങ്ങനെ എഴുതേണ്ടി, അല്ലെങ്കിൽ ഇവരെ മാറ്റും, വരികൾ മാറ്റും, ആ വാക്കുകൾ മാറ്റും. അപ്പം അങ്ങനെ സംഗീത സംവിധാനം ചെയ്യുന്ന രീതികൾക്ക് ഒരുപാട് മാറ്റങ്ങൾ പുതിയ കാലത്ത് വന്നിട്ടുണ്ട്. അതൊരു തുടർച്ചയാണ്. അത് എന്ന് മാറും എന്ന് നമുക്കറിയില്ല. നമുക്കത് മാറും, നല്ല പാട്ടുകളിലേക്ക് വരും എന്നൊക്കെയുള്ള പ്രത്യാശിക്കാം. അതാണ് ഈ സംഗീത സംവിധാനവും വരികളും തമ്മിൽ എനിക്ക് പറയാനുള്ളത്. ഇനി ചോദിച്ചോളൂ.
കാലഘട്ടം മാറുന്നതനുസരിച്ച് പാട്ടിൻ്റെ ട്രീറ്റ്മെൻറ്റിലൊക്കെ മാറ്റം വരുന്നുണ്ട്. ആദ്യ കാലഘട്ടത്തിൽ ഇപ്പോൾ ഓമലാളെ എന്ന് പറയുന്നത്, ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ എന്നുള്ള രീതിയിൽ വളരെ മൃദുലമായിട്ടാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ഇടക്കാലത്തിറങ്ങിയ ഓമനെ തങ്കമേ എന്നുള്ള പാട്ട്, അതങ്ങനെ വളരെ മൃദുലമായിട്ടാണ് വിളിക്കുന്നത്. പക്ഷേ റഫീഖ് സാറിൻ്റെ യോബിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞ സിനിമയിൽ രാവേ മൂടൽ മഞ്ഞിന് നീ ചായുന്നു എന്നുള്ള പാട്ടിൽ അവസാനം ഓമലേ അങ്ങനെ ഉറക്ക ഉച്ചത്തിലാണ് പാടുന്നത്. അപ്പോൾ ഒരു വാക്കിന് വന്ന മാറ്റങ്ങൾ, കാലഘട്ടം കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് കവിയെന്ന നിലയിൽ എങ്ങനെയാണ് കാണുന്നത്? ഇതല്ല ശരിക്കും പ്രശ്നം. അത് ഇപ്പം പണ്ട് അവിടുന്നൻ ഗാനം കേൾക്കാൻ ചെവിയോർത്തിട്ടരികിലിരിക്കെ സ്വരരാഗ സുന്ദരിമാർക്കോ വെളിയിൽ വരാൻ എന്തൊരു നാണം. അവിടുന്നൻ ഗാനം കേൾക്കാൻ ഭർത്താവ്. ഇപ്പം എന്ന് വെച്ചാൽ ഇഷ്ടമല്ലടാ എന്നുള്ള ഒന്നില്ലേ. അതുപോലെ പണ്ട് പിന്നെ പ്രാണേശ്വര എന്നൊക്കെ വിളിച്ചിരുന്നു. ഇപ്പോൾ രാക്ഷസ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അത് നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുള്ള കുറേ മാറ്റങ്ങളാണ്. അത് പാട്ടിൽ മാത്രമല്ല എല്ലാറ്റിലും പ്രതിഫലിക്കുമല്ലോ. എല്ലാ കാര്യങ്ങളിലും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവും. ഇന്നിപ്പോൾ ഈ പറഞ്ഞ പോലെ അവിടുന്ന് അങ്ങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള സംബോധനകളോട് കൂടിയിട്ടുള്ളൊരു പാട്ട് മലയാളത്തിൽ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ അതൊരു അശ്ലീലമായിട്ട് തോന്നുന്നു. ആളുകൾക്ക് വളരെ ചിരിക്കുകയേ ചെയ്യുള്ളൂ. കാരണം നമ്മുടെ രീതികൾ മാറി. സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ ഒരുപാട് മാറ്റം വന്നു. സ്ത്രീ പുരുഷ സമത്വം ഒരു പരിധിവരെയെങ്കിലും വലിയ രീതിയിൽ വന്നിട്ടുണ്ടല്ലോ. പണ്ടത്തെ ഭർത്താവോ പണ്ടത്തെ ഭാര്യയൊന്നും അല്ലല്ലോ ഇപ്പോൾ ഉള്ളത്. കുറേ കൂടി സമഭാവനയോട് കൂടിയിട്ട് മനുഷ്യർ നീങ്ങുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ സൊസൈറ്റി മാറിയിട്ടുണ്ട്. അത് പാട്ടുകളിലും വരും. പക്ഷേ എങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലും ഓമനെ എന്നൊക്കെ ഉള്ള വിളി അത് പ്രണയമൊക്കെ നിലനിൽക്കുന്നിടത്തോളം കാലവും ഉണ്ടാവും. അത് സ്നേഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ഇഷ്ടത്തിൻ്റെയും ഒക്കെ ഒരു ഇതായിട്ട് വരുന്നതാണ്. ആ വിളിയുടെ രീതിയിൽ പിന്നെ വാക്കുകളിലും മാറ്റം വരില്ല. ചിലപ്പോൾ ശൈലിയിലൊക്കെ ചിലപ്പോൾ മാറ്റങ്ങൾ വന്നേക്കാം. ഇങ്ങനത്തെ വാക്കുകളൊക്കെ എന്തായാലും ഏത് കാലത്തും ഉപയോഗിക്കപ്പെടുന്നതാണ്. കാരണം പ്രണയമുള്ളിടത്തോളം കാലം അങ്ങനെ വിളിക്കാൻ പറ്റുള്ളൂ. ആളുകൾ അങ്ങനെ ഓമനെ പ്രിയ എന്നൊക്കെ വിളിക്കും. അത് സാധാരണ ഇതിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒരു രീതിയിലുള്ള പാട്ടുകൾ ഇനി വരില്ല. അവിടുന്ന് ഗാനം കേൾക്കാൻ അതുപോലൊന്നും വരില്ല. കാരണം അത് പിന്നെ നമ്മുടെ സമൂഹം ആ രീതിയിൽ പരിണമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് പാട്ടിലും കവിതയിലും സാഹിത്യത്തിലും സിനിമയിലും ഒക്കെ പ്രതിഫലിക്കും. പാട്ടിൽ പ്രതിഫലിക്കുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. സജിത് സാറിന് എന്തൊക്കെയോ പറയാനുണ്ട്? അല്ല, സാറ് പറഞ്ഞു തന്നെയാണ്. നമ്മുടെ കൾച്ചർ മാറി. കാനന ചായയിലാടുമേയ്ക്കാൻ ഞാനും വരട്ടെയോ നിൻ്റെ കൂടെ എന്ന് ചോദിക്കുന്നത് പെണ്ണാണ്. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തുകൂടാ എന്ന് പറയുന്നത് ആണാണ്. അപ്പോൾ അങ്ങനെയായിരുന്നു ഒരു കാലത്ത്. അത് മാറി നമ്മൾ പിന്നീട് എത്രയോ കഴിഞ്ഞ് നമ്മൾ ഞാനും വരട്ടെ ആടുമേയ്ക്കാൻ കാട്ടിനുള്ളിൽ, അത് വരരുത്. അപ്പോൾ പറഞ്ഞു പോരു പുന്നാരേ മാമ്പൂ പൂക്കും മാസമല്ലേ. അപ്പം അവിടെ കൊണ്ട് നിർത്തി നമ്മൾ വിചാരിച്ച്. അപ്പോഴാണ് ഇപ്പോൾ സാറ് പറയുന്നത് ഡാഡിയും മമ്മിയും വീട്ടിലില്ലേ. അങ്ങനെ മാറിയിരിക്കുന്നു കൾച്ചർ. അപ്പോൾ നമുക്കത് സ്വാഭാവികമാണ്. നമ്മൾ പണ്ട് പുളിയിലക്കരയോലും പുടവ ചുറ്റി കുളിർ ചന്ദനത്തോടു കുറി ചാർത്തി നാഗഭണ തിരുമുടിയിൽ പത്മരാഗമനോജ്ഞമാം പൂതിരുകേ സുസ്മിതേ നീ വന്നു എന്നൊക്കെ പാടി. സുസ്മിതേ നീ വന്നു. അവിടെയാണ് സാറ് പറഞ്ഞത് രാക്ഷസി എന്ന് പാടുന്നുണ്ട്. എന്ന് മാത്രമല്ല, ആഗോളീകരണത്തിന് ശേഷം ബാഗി ജീൻസും അണിഞ്ഞ് ടൗണിൽ ചെത്തി നടക്കാൻ,
100cc ബൈക്കും അതിലൊരു പൂജാഭട്ടും വേണം എന്നായിരിക്കുന്നു കൾച്ചർ. അപ്പോൾ പിന്നെ അത് സ്വാഭാവികമാണ്. കൾച്ചറിൻ്റെ വ്യത്യാസം അനുസരിച്ച് ഇങ്ങനെ മാറ്റങ്ങൾ വരും. വാക്കുകളിൽ മാറ്റം വരും, ആശയങ്ങളിൽ മാറ്റം വരും, പാട്ടിൽ അവതരിപ്പിക്കപ്പെടുന്ന സംസ്കാരങ്ങളിൽ മാറ്റം വരും. പക്ഷെ നേരത്തെ സാറ് പറഞ്ഞതുപോലെ തന്നെ ആ ഒരു കാൽപ്പനിക മനസ്സുള്ളവരിൽ ആ പ്രണയഭാവങ്ങൾ അങ്ങനെ നിലനിൽക്കും. അവർ ഓമനെ നിൻ കവിൾ കുങ്കുമം കണ്ടപ്പോൾ സായം സന്ധ്യയ്ക്ക് മുഖം കറുത്തു എന്നൊക്കെ ഇരുന്ന് വീട്ടിലൊറ്റയ്ക്കിരുന്ന് ഏകാന്തതയിലിരുന്ന് പാടി ആശ്വാസം കൊള്ളും. അതാണ് എനിക്ക് പറയാനുള്ളത്. സംസ്കാര വ്യതിയാനമാണ്, ജനറേഷൻ ഗ്യാപ്പ്. അടുത്ത് ചോദിച്ചോ. സംവിധായകർക്കനുസരിച്ച് പാട്ടുകൾ രചിക്കാറുണ്ടോ? അപ്പോൾ ശ്യാമപ്രസാദിൻ്റെ സിനിമയിലാണെങ്കിൽ ശ്യാമപ്രസാദ് ഇങ്ങനെ പറയും, സംഗീത സംവിധായകരുടെ അടുത്ത് ഒരേ കടൽ എന്ന് പറഞ്ഞ സിനിമയിൽ ഔസേപ്പച്ചൻ സാറിൻ്റെ അടുത്ത് ശുഭബന്ധുവരാളി രാഗത്തിൽ ചിട്ടപ്പെടുത്തണം എന്ന് പറഞ്ഞിരുന്നു. അതേപോലെ ശ്യാമപ്രസാദിൻ്റെ ആർട്ടിസ്റ്റ് എന്ന സിനിമയിൽ സാറ് പാട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ ഇളവയിൽ വിരലുകളാൽ ഇലകളിൽ മലരുകളിൽ ചായം തൂകുന്നു, ഈ ഒരു പാട്ടാണ്. അപ്പോൾ ഇളവയിൽ വിരലുകളാൽ ഇലകളിലും ചായം തൂകുന്നതായിട്ടാണ് പറയുന്നത്, പൂക്കളിലും. ഇങ്ങനെയുള്ള കൽപ്പനകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ ചിത്രത്തിൻ്റെ പ്രമേയത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. അവർ ഒരു ചിത്രകാരന്മാരുടെ കഥ പറയുന്നൊരു സിനിമ ആയതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ സിനിമ സംവിധായകർ പറയുന്നുണ്ടോ കവിത എഴുതി? സംവിധായകർ അങ്ങനെ അത്ര ഡീറ്റെയിൽസ് പറയണമെന്നില്ല. ഇതിപ്പം ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന സിനിമ ചിത്രകലാ വിദ്യാർത്ഥികളുടെ ഒരു ചിത്രകലാ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കഥയാണ് അങ്ങനെ തുടങ്ങുന്നത്. അപ്പോൾ ഒരു പെൺകുട്ടി, നാട്ടിൻപുറത്ത് നിന്നുള്ളൊരു പെൺകുട്ടി ഒരു ഫൈൻ ആർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ കിട്ടുന്നു. അവിടെ ഒരു പുതിയ ലോകം കാണുകയാണ്. അപ്പോൾ മനസ്സിലുണ്ടാകുന്ന കാര്യങ്ങൾ എഴുതണം എന്ന് മാത്രമേ എന്നോട് പറയുന്നുള്ളൂ. അപ്പോൾ അത് എങ്ങനെ വേണേൽ എഴുതാം. അപ്പോൾ ഞാൻ എൻ്റേതായ രീതിയിൽ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ കുട്ടി ലോകത്തിലേക്ക് നിറങ്ങളുടെയും വരകളുടെയും ചിത്രങ്ങളുടെയൊക്കെ ഒരു ലോകത്തേക്ക് ആദ്യമായിട്ട് പ്രവേശിക്കുകയാണ്. അപ്പോൾ അവളുടെ മനസ്സിലുള്ള ചില ഭാവനകളും അവളുടെ പുതിയ അനുഭവങ്ങൾ, അതാണ് ഇളവയിൽ വിരലുകളാൽ ഇലകളിൽ പൂക്കളിൽ ചായ, പിന്നെ അതിലെല്ലാ ബിംബങ്ങളും ഈ പെയിൻറ്റിങ്ങും ചിത്രകലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഞാനതിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു പിടി നിറവുമായി രാവിൻ്റെ പടവുകളേറുന്നു മേഘം എന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ ഈ പക്ഷികൾ പറക്കുന്നത് നിറങ്ങൾ കുടയുന്നത് പോലെ, ഇതൊരു തൂലിക കൊണ്ട് ഒരു ബ്രഷ് കൊണ്ട് നിറങ്ങൾ കുടയുന്നത് പോലെയാണ് പക്ഷികൾ പറന്നു പോകുന്നത് എന്നൊക്കെയുള്ള നമ്മുടെ ഭാവനയാണ്. അതൊന്നും ആരും പറഞ്ഞു തരുന്നതല്ല. ഇവർ ഇത്രേ പറയുള്ളൂ, ഇങ്ങനത്തെ സിറ്റുവേഷൻ മാത്രമേ പറയുള്ളൂ. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ആ പെൺകുട്ടിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന വികാരങ്ങൾക്ക് പറ്റിയിട്ടുള്ള വരികൾ വേണമെന്ന് മാത്രമേ പറയുള്ളൂ. പലപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ സിനിമാ ഗാനരചനയിലേക്ക് വന്നത് ഒരു യാദൃച്ഛികമായിട്ട് വന്നതാണ്. പിന്നെ ഞാൻ അതിനുവേണ്ടി പ്രത്യേകിച്ച് പരിശ്രമിച്ചതല്ല. കവിതയാണ് ഞാൻ എഴുതിയിരുന്നത്. പക്ഷേ എനിക്ക് ഇതിൽ വന്നപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു വലിയൊരു ഇതായിട്ട് തോന്നി, ഒരു നേട്ടമായിട്ട് ഞാൻ വിചാരിക്കുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അതായത് ഈ കവിത എഴുതിയിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരേ തരത്തിലുള്ള എന്നെ ഏറ്റവും അധികം മതിക്കുന്ന അല്ലെ എന്നിലൂടെ കടന്നു പോകുന്ന ചില കാര്യങ്ങൾ മാത്രമേ ഞാൻ കവിതയായിട്ട് എഴുതുള്ളൂ. എൻ്റെ സ്വകാര്യമായിട്ടുള്ള അനുഭവങ്ങളോ സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ ദുഃഖങ്ങളോ ഏകാന്തതകളോ ഒക്കെ എഴുതുള്ളൂ. പക്ഷേ പാട്ടെഴുത്തുകാരൻ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. പാട്ടെഴുത്തുകാരൻ അയാൾ മറ്റ് മനസ്സുകളിലൂടെ കടന്നുപോയിട്ട്, ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ ഒരു മാനസികാവസ്ഥയൊന്നും ഞാൻ ഒരിക്കലും സങ്കല്പിക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. സിനിമാ പാട്ട് എഴുതാനുള്ള അവസരം കിട്ടിയതുകൊണ്ടാണ് അങ്ങനെ ഒരു പെൺകുട്ടിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന വികാരങ്ങളെക്കുറിച്ച് എഴുതാൻ പറ്റുന്നത്. അതുപോലെ ഒരു അമ്മയുടെ മനസ്സിലുണ്ടാകുന്ന കാര്യങ്ങൾ എഴുതിയെന്ന് വരാം, ഒരു ഭക്തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എഴുതാൻ പറ്റിയെന്ന് വരാം. അല്ലെങ്കിൽ അതുപോലെ തന്നെ വളരെ വിരഹിയായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളുടെ സന്തോഷത്തിൻ്റെ അവരിലേക്ക് നമ്മൾ കടന്നു ചെന്നിട്ട് അവരുടെ മനസ്സിലേക്ക് കടന്നു ചെന്ന് അങ്ങനെ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള പ്രമേയങ്ങൾ പാട്ടിലൂടെ അവതരിപ്പിക്കാനുള്ള ഒരു സാധ്യത ഈ സിനിമയിൽ വന്നുകൊണ്ട് കിട്ടിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഈ ആർട്ടിസ്റ്റിലെ ഈ പാട്ട്. സാറത് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് സാറിൻ്റെ തന്നെ ഒരു പാട്ടാണ്. പുലിമുരുകനിൽ കാടണിയും കാൽച്ചിലമ്പേ കാനനമൈന്
കാട്ടുഞാവൽ കാപഴുത്തേ നീ വരികില്ലേ എന്നുള്ള പാട്ട്. കാടാണല്ലോ എൻ്റെ പശ്ചാത്തലം. എല്ലാം അതിലെ പ്രതീകങ്ങളും ബിംബങ്ങളും ഉപയോഗിച്ചാണ് എഴുതിയിരിക്കുന്നത്. അതൊരു ഭയങ്കര രസമായ, കാരണം അതൊരു എഴുത്തുകാരനാണ് ഇങ്ങനെ ചെയ്യാൻ ശരിക്കും ഒരു ക്രിയേറ്റർക്കേ കഴിയുള്ളൂ. കാരണം നമ്മളെല്ലാവരും കാണുന്ന വസ്തുക്കളെ വളരെ പെട്ടെന്ന് മറ്റൊരു ലോകത്തേക്ക് നമ്മളെ എത്തിക്കുക എന്ന് പറയുന്നത് നമുക്ക് സാധാരണ ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്നതല്ല. പക്ഷെ കഴിയും. അവർ വായിക്കുകയും ആ ക്രിയേറ്റിവിറ്റി വളർത്തിയെടുക്കുകയും ചെയ്താൽ പറ്റും. ഇപ്പം ഞാൻ സ്ഥിരമായി പറയാറുള്ള ഒരു കാര്യമാണ്, തുമ്പപ്പൂക്കളെ നമ്മൾ ധാരാളം കാണുന്നുണ്ട്. പക്ഷെ നമ്മൾക്കത് കേവല തുമ്പപ്പൂക്കൾ മാത്രമാണ്. പക്ഷെ ഒ.എൻ. വി. സാർ അത് ആയർ പെൺകിടാവേ നിൻ പാൽക്കുടം തുളുമ്പിയത് 1000 തുമ്പപ്പൂവായി വിരിഞ്ഞു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭാവം മാറി. ആയർ പെൺകിടാവേ, ആയർ എന്ന് പറഞ്ഞാൽ ആയർ പെൺകിടാവ് കുലമാണ്. ആയർ എന്ന് പറയുന്ന ഒരു ഗോത്രമാണ്, ഒരു കുലമാണ്. തായേ യശോദ, ആ പാട്ട് ഓർത്താൽ ആയർ എന്താണെന്ന് കിട്ടും. തായേ യശോദ ഉன்றൻ ആയർ കുല തുതിച്ച മായൻ ഗോപാലകൃഷ്ണൻ ചെയ്യും ജാലത്തെ കേളടി തായേ. അപ്പോൾ ആയർ എന്താണെന്ന് കിട്ടി. യാദവ കുലമാണ്. യാദവ കുലത്തിൽ പണ്ട് കുലം, ഗോത്രം ഇതൊക്കെ ജോലിയാണ് ജാതി തീരുമാനിച്ചിരുന്നത്. നമുക്കറിയാം, ജോലികൾ ചെയ്യുന്നതനുസരിച്ചാണ് ജാതി ഉണ്ടായിരുന്നത്. പ്രത്യേക ജോലികൾ പ്രത്യേക ജാതി എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ യാദവ പെൺകുടിമാർ അല്ലെങ്കിൽ യാദവന്മാരുടെ പ്രധാന കുലത്തൊഴിൽ എന്ന് പറയുന്നത് ക്ഷീരകർഷകരായിരുന്നു. അപ്പോൾ അവരിലെ യാദവ പെൺകുടിമാർ രാവിലെ പശുവിനെ കറന്ന് മൺകുടങ്ങളിൽ പാൽ നിറച്ച് നടന്നു പോകുമ്പോൾ തുളുമ്പി വീണ പാൽത്തുള്ളികളാണ് തുമ്പപ്പൂക്കളായി വിരിഞ്ഞത് എന്നാണ് കവി പറയുന്നത്. അപ്പം അങ്ങനെ തുളുമ്പി വീഴാൻ എന്താണ് കാരണം എന്നുള്ളതും കവി അതിൻ്റെ ആ ചോദ്യത്തിന് ഉത്തരം കൂടി അതിൻ്റെ ആദ്യം കവി പറയുന്നുണ്ട്. ഇടയൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞോരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു എന്ന് പറയുന്നുണ്ട്. അതായത് അങ്ങനെ വന്നപ്പോഴാണ് ഇടയൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞ ഈണം ഒരു മുളന്തണ്ടിലൂടെ ഒഴുകി വന്നത് കേട്ടിട്ടാണ് ഈ പെൺകുട്ടിമാർ രോമാഞ്ചം കൊള്ളുകയോ നൃത്തം ചെയ്യുകയോ മറ്റോ ചെയ്തപ്പോഴാണ് ഈ കുടങ്ങളിലെ പാൽത്തുള്ളികൾ തുളുമ്പി വീണത് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കാണാത്തതിനെ അവതരിപ്പിക്കുന്നു എഴുത്തുകാർ. വളരെ അത്ഭുതമാണ്. അതായത് ആ പശ്ചാത്തലങ്ങൾ ആണ് അവർ അവതരിപ്പിക്കുന്നത്. അതുപോലെ ഒ.എൻ. വി. സാറ് തന്നെയാണ് ഈ കടലിൽ നിന്നൊരു കുമ്പിൾ വെള്ളവുമായി കരിമുകിൽ മാനത്തു വന്നു, മിഴിനട്ട് നിന്നൊരു മാടത്തിന്മാറിൽ അഴകുറ്റ സ്വപ്നങ്ങൾ പൂത്തു, ഒരു കൊടുങ്കാറ്റിൻ്റെ കൈകളിൽ തട്ടി കരിമുകിലെങ്ങോ മറഞ്ഞു, അവളുടെ മാർമുടി കെട്ടിൽ നിന്നൂർന്നു മഴവില്ലിൻ തേന്മലർ വാനിൽ. ഈ നമ്മൾ തേന്മലർ ഈ മഴവില്ല് കാണുന്നുണ്ട്, പക്ഷേ ഒരു ക്രിയേറ്റർ, ഒരു കവി എങ്ങനെയാണ് അതിനെ കാണുന്നത്? അതിനും അപ്പുറത്ത് വളരെ അത്ഭുതത്തോടു കൂടി നമ്മൾ പാട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു പോകുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന പല പ്രയോഗങ്ങളും എഴുത്തുകാർ നടത്തുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എഴുത്തിലൂടെ വേണ്ടത്ര ആൾക്കാർ സഞ്ചരിച്ചു പോകാത്തത് കൊണ്ടാണ്. ഇപ്പോൾ അടുത്തിടെ ഞാൻ ഇങ്ങനെ പാട്ട് കേട്ട് വന്നപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യം, ഗിരീഷ് പുത്തഞ്ചേരി സാർ എഴുതിയൊരു പാട്ടുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. അറിയാതെ ഈ പവിഴവാർതിങ്കൾ അറിയാതെ എന്ന് പറയുന്ന പാട്ട്. അതിൻ്റെ അവസാനത്തെ വരിയിൽ നീ വനവലാകയായി പാടുന്നു എന്നൊരു പ്രയോഗമുണ്ട്. അപ്പം ഞാൻ കുട്ടികളോട് ചോദിക്കും, എന്താണ് ഈ വനവലാക? അപ്പോൾ കുട്ടികൾക്കറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും, വലാക എന്ന് പറഞ്ഞാൽ വെള്ളിൽ കിളി, വാലിന് നീളമുള്ള ഒരുതരം വെളുത്ത കിളികളാണ് ഈ വലാക പക്ഷികൾ. ഇത് അദ്ദേഹത്തിന് കിട്ടിയത് കാളിദാസൻ്റെ മേഘസന്ദേശത്തിൽ നിന്നാണ്. മേഘത്തിൻ്റെ കയ്യിൽ ഈ ദൂത് കൊടുത്തയക്കുമ്പോൾ മേഘം പറന്നു പോകുന്നു. മേഘം പറന്നു പോകുമ്പോൾ മേഘത്തിൻ്റെ ചുറ്റും ഒരു സംരക്ഷണ വലയം പോലെ, ഈ കറുത്ത മേഘത്തിന് ചുറ്റും ഒരു സംരക്ഷണ വലയം പോലെ, അല്ലെങ്കിൽ വെളുത്ത ബോർഡർ പോലെ ഈ വലാക പക്ഷികൾ ഇതിനൊപ്പം പറക്കുകയാണ്. അതെന്ന് പറഞ്ഞാൽ ഈ മേഘം ഒരു ഗർഭിണിയെ പോലെയാണ്, അതിനുള്ളിൽ വെള്ളം നിൽക്കുകയാണ്. എവിടെയെങ്കിലും തട്ടിയാൽ അവിടെ പെയ്യും, അപ്പോൾ ദൂത് അവിടെ എത്താതെ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഈ വലാക പക്ഷികളുടെ സംരക്ഷണം. പക്ഷേ ഈ മേഘം ഉയർന്നു പറന്നു പോകുമ്പോൾ രാജഹംസങ്ങളാണ് മേഘങ്ങൾക്കൊപ്പം പറക്കുന്നത്. രാജഹംസങ്ങൾക്ക് പറന്ന് സ്വർഗത്തിൽ വരെ എത്താൻ കഴിയുമെന്നാണ് വിശ്വാസം. അപ്പോൾ ഞാൻ ഈ പാട്ട് ഈയിടെ വീണ്ടും എത്രയോ പ്രാവശ്യം കേട്ട പാട്ടാണ്. പക്ഷേ ഈ അടുത്ത പ്രാവശ്യം ഈ പാട്ട് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. കാരണം പല്ലവി, അനുപല്ലവി, ചരണത്തിൽ അവസാന വരിയാണ് ഈ വനവലാകയായി പാടുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ രാജഹംസങ്ങൾ എവിടെ പോയി എന്ന് നമ്മൾ വിചാരിക്കും.
പക്ഷെ അനുപല്ലവിയിൽ തുടക്കത്തിൽ തന്നെ അദ്ദേഹം ഉയർന്ന പൊസിഷനിൽ രാജഹംസങ്ങളെ നേരത്തെ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഗിരീഷ് പുത്തഞ്ചേരി. നീലശൈലങ്ങൾ നേർത്ത മഞ്ഞാലെ നിന്നെ മൂടുന്നുവോ, ബാക്കി രാജഹംസങ്ങൾ നിന്റെ പാട്ടിൻ്റെ വെണ്ണയുണ്ണുന്നുവോ എന്ന് നേരത്തെ തന്നെ അവിടെ രാജഹംസങ്ങളെ ടോപ്പിൽ ഉയരത്തിൽ പ്രതിഷ്ഠിച്ച ശേഷമാണ് ഏറ്റവും അവസാനം മേഘം താണു പറന്നു പോകുമ്പോൾ എന്ന് പറയുന്നത് പോലെ ഏറ്റവും അവസാനത്തെ വരിയിൽ നീ വനവലാകയായി പാടുന്നു എന്ന് പ്രയോഗിക്കുന്നു. അപ്പം ഇത്രമാത്രം സൂക്ഷ്മമായി അല്ലെ എത്രമാത്രം സൂക്ഷ്മമായാണ് ഗാനരചയിതാക്കൾ പാട്ടുകളെ സമീപിക്കുന്നത് എന്ന് ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് എടുത്തെടുത്ത് മലയാളം പാട്ടുകളിൽ നിന്ന് കാണിക്കാൻ കഴിയും. മലയാളം പാട്ടുകളിൽ ഞാൻ എപ്പോഴും റിസർച്ചേഴ്സിനോടൊക്കെ പറയും, മലയാളം പാട്ടുകളെക്കുറിച്ച് വലിയൊരു സാഹിത്യ വിഭാഗമാണ് മലയാള ഗാനങ്ങൾ. ഒരു ഗാനരചയിതാക്കളും മോശക്കാരല്ല, എല്ലാവരും അവരവരുടേതായ രീതിയിൽ മനോഹരമായി പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഇപ്പം ബിജു തിരുമല സാറൊക്കെ പുഴയൊരു പൂണൂലായി മലകളെ പുണരുമ്പോൾ ഉപനയനം ചെയ്യും ഉഷസിന് കൗമാരം എന്ന് എഴുതിയിരിക്കുന്നത് ആ കഥാപശ്ചാത്തലം വെച്ചിട്ടാണ്. കാരണം വിയറ്റ്നാം കോളനി എന്ന് പറയുന്ന സിനിമയിൽ ആ പാട്ട് വരുന്ന സമയത്ത് ആ പശ്ചാത്തലം എന്ന് പറയുന്നത് മോഹൻലാലിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹം ഒരു ആര്യമല്ല, വിയറ്റ്നാം കോളനിയിൽ കൃഷ്ണമൂർത്തി അയാളൊരു ബ്രാഹ്മണനാണ്. അതുകൊണ്ടാണ് അവിടെ ആ പാട്ടിൽ പുഴയൊരു പൂണൂലായി മലകളെ പുണരുമ്പോൾ ഉപനയനം ചെയ്യും ഉഷസിന് കൗമാരം എന്ന് ഒരു ഫീൽ, അവിടെ ഒരു ഭാവം കൊണ്ടുവരാൻ വേണ്ടിയാണ്, ഒരു പശ്ചാത്തലം കൊണ്ടുവരാൻ വേണ്ടിയാണ് അവിടെ അങ്ങനെ കൊണ്ടുവന്ന് ആ വരികൾ എഴുതി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഓരോ വരികളിലൂടെയും നമുക്ക് സഞ്ചരിച്ചു പോയാൽ മനോഹരമായി എഴുത്തുകാരൻ്റെ മനോഹാരിത അല്ലെങ്കിൽ ആ ക്രിയേറ്റിവിറ്റി നമുക്ക് കാണാൻ കഴിയും. ഇനിയും വിഷ്വൽസ് നോക്കിയിട്ട് പാട്ട് എഴുതിയിട്ടുണ്ട് മലയാളത്തിൽ. വിഷ്വൽസ് നോക്കിയിട്ട് പാട്ട്, അതായത് ഷൂട്ട് ചെയ്ത് പോയി നേരത്തെ തന്നെ. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പാട്ടാണ്, വളരെ പ്രധാനപ്പെട്ട വളരെ പ്രസിദ്ധമായ 2 പാട്ടുകൾ. അത് രണ്ടും പത്മരാജൻ സാറിൻ്റെ തൂവാനത്തുമ്പികളിലെ പാട്ടുകളാണ്. 1-ാം രാഗം പാടി എന്നുള്ള പാട്ടും മേഘം പൂത്തു തുടങ്ങി എന്നുള്ള പാട്ടും. നിങ്ങൾക്കിത് ശ്രദ്ധിച്ചാൽ അറിയാം, രണ്ടും 2 ഭാവമാണ്. ഒന്ന് ഇറോട്ടിക്കാണ്, ഒന്ന് പ്രണയമാണ്. അപ്പോൾ ഈ 2 ഭാവത്തിലും അപ്പോൾ ഇതിൻ്റെ പാട്ട് സീനുകൾ ഷൂട്ട് ചെയ്തു പോയി. പാട്ടെഴുതണം, പാട്ടെഴുതിയത് ONV സാറാണ്. അദ്ദേഹത്തോട് ആ പാട്ട് ഒന്ന് മാറ്റി എഴുതണം എന്ന് പറഞ്ഞപ്പോൾ സാറ് പറ്റില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അദ്ദേഹം ഒഴിവായിപ്പോയി. പിന്നീടാണ് പകരം ഒരു എഴുത്തുകാരനെ റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ONV സാറ് മാറിപ്പോയ ഒഴിവിലേക്ക് ആരെ കൊണ്ടുവരും എന്നുള്ള ആലോചന വന്നപ്പോൾ ആദ്യം കൈതപ്രം സാറിനെയാണ് ആലോചിച്ചത്. അപ്പോൾ അദ്ദേഹം എഴുതി തുടങ്ങിയ കാലമാണ്. അപ്പോൾ പിന്നീട് ആ ഒരു വലിപ്പത്തിലുള്ള ONV സാറിന് പകരം വെക്കാൻ എന്നുള്ള രീതിയിലാണ് ശ്രീകുമാരൻ തമ്പി സാറിനെ കൊണ്ടുവരുന്നത്. അപ്പോൾ സാറിനോട് ഇത് പറഞ്ഞു, വിഷ്വൽ എടുത്തു പോയി, വിഷ്വൽ നോക്കി എഴുതണം എന്ന് പറഞ്ഞു. അങ്ങനെ ചെന്നൈയിലെ സ്റ്റുഡിയോയിൽ വിഷ്വൽ ഇട്ട് കൊടുത്തിട്ട് അത് നോക്കിയാണ് സാറ് ആ വരികൾ എഴുതിയത്. എല്ലാം നോക്കും. ആ 2 പാട്ടിൻ്റെയും വ്യത്യസ്തത അതിലെ വരികൾ ശ്രദ്ധിച്ചാൽ അറിയാം. പ്രണയഗാനത്തിൽ കണ്ണുകളാൽ അർച്ചന, മൗനങ്ങളാൽ കീർത്തനം, എല്ലാം അറിയും നീ ഗോപുരവാതിൽ എന്നെഴുതിയ സാറ് ഇപ്പുറത്ത് മേഘം പൂത്തു തുടങ്ങി, മോഹം പെയ്തു തുടങ്ങി, മേദിനി കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം, ആരാരെ ആദ്യമുണർത്തി, ആരാരുടെ നോവ് പകർത്തി, ആരാരുടെ ചിറകിൽ ഒതുങ്ങി അറിയില്ലല്ലോ എന്നെഴുതിയിരിക്കുന്നു. 2 ഭാവമാണ്. നമുക്ക് എന്താണ് പറഞ്ഞ് വിശദീകരിക്കാൻ പറ്റാത്ത ഭാവമാണ്. അതാണ് എഴുത്തുകാർ വലിയ നമ്മൾ പാദനമസ്കാരം ചെയ്യേണ്ടതാണ് ഇവരെ എല്ലാവരെയും. അത്ര ഗംഭീരമാണ് പാട്ടുകൾ മലയാളത്തിൽ. പക്ഷെ നമ്മൾ വേണ്ടത്ര അതൊന്നും പഠിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ അങ്ങനെയാണ് ഈ പാട്ടുകളുടെ സാഹിത്യം വരികളെക്കുറിച്ച് പറയാനുള്ളത്. അടുത്ത ചോദിച്ചു. ആദ്യ കാലഘട്ടത്തിൽ കവികളായിരുന്നു പാട്ട് എഴുതിയിരുന്നത്. പിന്നീട് വന്നവരെന്നും ഗാനരചയിതാക്കളാണ്. അവർക്ക് ഇത്രയും ഭംഗിയുള്ള കാവ്യകൽപ്പനകളൊക്കെ നടത്തിയിട്ടുള്ളവരാണ്. പക്ഷെ അവരൊന്നും കവികളായിട്ട് മുഖ്യധാര കവികളായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. ഷിബു ചക്രവർത്തി, ബിച്ചു തിരുമല, പൂവച്ചൽ ഖാദർ, അങ്ങനെയൊക്കെയുള്ള കുറേയേറെ
കവികളുണ്ട്. അതേപോലെ ഇപ്പോൾ റഫീഖ് അഹമ്മദ് സാറാണെങ്കിൽ ആദ്യം കവിയാണ്, പിന്നെ പാട്ടെഴുത്തിലേക്ക് പ്രവേശിച്ചതാണ്. പിന്നെ പുതിയ കാലത്ത് അൻവർ അലി, പിന്നെ ഹുസിൻ പരാരി, വിനായക് ശശികുമാർ, അങ്ങനെ കുറേ BK ഹരിനാരായണൻ, അങ്ങനെ ധാരാളം പേര് വരുന്നുണ്ട്. അപ്പോൾ ഗാനസാഹിത്യം അല്ലെങ്കിൽ പിന്നണി ഗാനം എന്നുള്ളത് പ്രത്യേകമായിട്ടാണോ കാണുന്നതെന്ന് തോന്നുന്നുണ്ടോ? അതങ്ങനെ തന്നെയാണ്. അതായത് പാട്ട് എന്ന് പറയുന്നത് ഒരു സവിശേഷമായിട്ടുള്ള ഒരു കലാരൂപമാണ്. കവിതയായിട്ടൊരു തരത്തിലും അതിനെ ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. പിന്നെ കവിത എല്ലായിടത്തും ഉണ്ടാവും, എല്ലാറ്റിലും ഉണ്ടാവും. നമ്മുടെ സംഭാഷണങ്ങളിൽ പോലും കവിത വരാം, നോവലിൽ കവിതയുണ്ട്, ചെറുകഥയിൽ കവിതയുണ്ട്, ചിത്രങ്ങളിൽ കവിതയുണ്ട്, പൂക്കളിൽ കവിതയുണ്ട്, പ്രകൃതിയിൽ കവിതയുണ്ട്. അപ്പം അങ്ങനെ മാത്രം എടുത്താൽ മതി. പാട്ടെന്ന് പറയുന്നത് സത്യത്തിൽ ഒരാളുടെ മാത്രം, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ രചയിതാവിന് ഒരു പ്രാധാന്യം ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. രചയിതാവിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ സംഗീത സംവിധായകന് പ്രാധാന്യമുണ്ട്, പാടുന്ന ആൾക്ക് പ്രാധാന്യമുണ്ട്, അതിലെ സംഗീതോപകരണങ്ങൾ വായിക്കുന്ന ആളുകൾക്കുണ്ട്. അപ്പോൾ എല്ലാം കൂടി ചേരുമ്പോൾ, എല്ലാം കൂടി നല്ല രീതിയിൽ ചേരുമ്പോഴാണ് നല്ല പാട്ടുണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൽ പിന്നെ ഒരു കവിതയുടെ വേറെ രൂപം എന്നുള്ള രീതിയിൽ പാട്ടിനെ കണ്ടുകൊണ്ടാണ് പലപ്പോഴും പല ആൾക്കാരും വിമർശിക്കാറുള്ളത്, പ്രശംസിക്കാറൊക്കെ ഉള്ളത്. അങ്ങനെ അല്ല, അതിനെ പ്രത്യേകമായിട്ട് തന്നെ കാണേണ്ടതുണ്ട്. ചലച്ചിത്രഗാനം അല്ലെങ്കിൽ പാട്ട് എന്ന് പറയുന്നതിന് ഒരു സവിശേഷമായിട്ടുള്ള ഒരു കലാരൂപമായിട്ട് കാണേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ വ്യക്തിപരമായ അതിൽ യോജിക്കുമെന്ന് എനിക്കറിയില്ല, എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് അത് മനോഹരമാവുന്നത് അതിൽ കാവ്യബിംബങ്ങളൂടി വരുമ്പോഴാണ്. വെറുതെ കുറേ വാക്കുകൾ വെക്കുമ്പോഴും പാട്ട് നന്നാവും, പക്ഷേ അതൊരു കിലുക്കം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ, നമ്മുടെ മനസ്സിൽ തട്ടില്ല. ഈ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലത്തെ വരികളൊക്കെ. ഇപ്പോൾ ബിച്ചു തിരുമലയുടെ തന്നെ ഒരു വരിയുണ്ട്, കിളികൾക്ക് പോലും കുളിരുന്ന കാറ്റേ, പ്രഭാതത്തെ പറ്റി പറയുന്ന പാട്ടിൽ. പ്രഭാതം, പിന്നെ പൂമരക്കൊമ്പിൽ തൂവൽ കുടഞ്ഞു എന്ന് പറയുന്ന. അപ്പോൾ അത് പൂമരക്കൊമ്പിൽ തൂവൽ കുടയുന്ന ഒരു പക്ഷിയെ പോലെയുള്ള പ്രഭാതത്തിനെ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് തരുന്നുണ്ട്. അതുപോലെ കിളികൾക്ക് പോലും കുളിരുന്ന കാറ്റേ എന്ന് പറയുമ്പോൾ വലിയൊരു അനുഭൂതി ഉണ്ടാക്കുന്നുണ്ട്. അത് വാക്കുകൾ കൊണ്ട് മാത്രമേ ഉണ്ടാക്കാൻ പറ്റൂ. അതേസമയം ആ വാക്കുകൾക്ക് തരുന്ന അനുഭൂതിയെ മറ്റൊരു തരത്തിലേക്ക് സംഗീതവും. ഇപ്പം ഇത് തന്നെ ഇപ്പം ഞാൻ പാടിക്കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല. എസ് ജാനകിയോ അല്ലെങ്കിൽ യേശുദാസോ പാടുമ്പോഴാണ് അതിന് മധുരം ഉണ്ടാവുന്നത്. അതുപോലെ അതിൻ്റെ കൂടെ സംഗീതോപകരണങ്ങൾ വരുമ്പോൾ, അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു സംഗതിയായിട്ട് വേണം പാട്ടിനെ കാണാൻ എന്നുള്ളതാണ് എൻ്റെ എക്കാലത്തെയും അഭിപ്രായം. അതങ്ങനെ തന്നെയാണ്. ഇത് ഒന്നാമത് നേരത്തെ ONV സാർ പറഞ്ഞിട്ടുണ്ട്, ഈ ഗാനരചന എന്ന് പറയുന്നത് ഒരു അപ്ലൈഡ് ആർട്ടാണ്. കാരണം പല കോംപ്രമൈസുകൾക്ക് തയ്യാറായിട്ടാണ് നേരത്തെ നമ്മൾ സംസാരിച്ചല്ലോ, ഗുണ്ട പാടുന്ന പാട്ടാകുമ്പോൾ അതിനകത്ത് ആ വാക്ക് പാടില്ല, ഈ വാക്ക് പാടില്ല, അല്ലെ അങ്ങനെ എഴുതാൻ പാടില്ല, ഇങ്ങനെ എഴുതാൻ പാടില്ല. ഇങ്ങനെ പല റെസ്ട്രിക്ഷൻസിൽ നിന്നുകൊണ്ടാണ്, പല നിയന്ത്രണങ്ങളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ പാട്ടുകൾ എഴുതുന്നത്. അതിനെ ആ നിയന്ത്രണങ്ങളിൽ നിന്നുകൊണ്ട് അതിനെ ഏറ്റവും മനോഹരമാക്കുക എന്നുള്ളതാണ് എഴുത്തുകാരനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ കഴിവെന്ന് പറയുന്നത്, നമ്മൾ അംഗീകരിക്കുന്ന കഴിവെന്ന് പറയുന്നത് അങ്ങനെയാണ്. അദ്ദേഹം ആ നിയന്ത്രണങ്ങളിൽ നിന്നുകൊണ്ട് അദ്ദേഹം അതിനെ ഏറ്റവും ഭംഗിയാക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന തരത്തിൽ പിന്നെയും പിന്നെയും ആരോ കിനാവിൻ്റെ പടികടന്നെത്തുന്ന പദനിസ്വനം, തട്ടം പിടിച്ചു വലിക്കല്ലേ മൈലാഞ്ചി ചെടിയെ, അങ്ങനെയുള്ള പോലെയുള്ള പ്രയോഗങ്ങൾ, ഉപമകൾ, ഉപമാനങ്ങൾ ഒക്കെ ഉപയോഗിച്ച് ഇതിനെ സാധാരണക്കാരനിലേക്ക് എത്തിക്കുന്നു, അല്ലെങ്കിൽ സാധാരണക്കാരന് പോലും ആസ്വാദ്യകരമാക്കുന്ന തരത്തിൽ ഇതിനെ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നതാണ്. അപ്പോൾ അത് സിനിമയുടെ പശ്ചാത്തലം, ആ സിനിമയിൽ കഥാപാത്രങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഥാപാത്രങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരം വരെ നോക്കിയിട്ടാണ്. പണ്ട് 5ാം ക്ലാസ് തോറ്റ നായകൻ വെൺചന്ദ്രലേഖയൊരു അപ്സര സ്ത്രീ, വിപ്രലംഭ ശൃംഗാര നൃത്തമാടാൻ വരും അപ്സര സ്ത്രീ എന്ന് പാടിയിരുന്നു മലയാളത്തിൽ. നമുക്കറിയാം ആ സിനിമയിൽ നായകൻ 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അദ്ദേഹം വിപ്രലംഭ ശൃംഗാര നൃത്തമാടാൻ വരും അപ്സര സ്ത്രീ എന്നൊക്കെ നായികയെ നോക്കി പാടുക എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, അത്തരത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ എഴുതിയാൽ ആൾക്കാർ ഉൾക്കൊള്ളില്ല. അപ്പോൾ ആ നിയന്ത്രണങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് അതിനെ ഏറ്റവും മനോഹരമാക്കി എടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രതിഭ തന്നെയാണ്. ഞാനെപ്പോഴും പറയും, കവിത എഴുതാൻ എളുപ്പമാണ്,
അത് കഴിഞ്ഞ ദിവസം ഒരു തർക്കവും നടന്നതിന്. കവിത എഴുതുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു കവിഞ്ഞൊഴുക്കാണല്ലോ. നമുക്ക് ഏത് വാക്കും ഉപയോഗിക്കാം, ഏത് ഉപമാനങ്ങളും ഉപയോഗിക്കാം. ഇപ്പം സമൂഹത്തിനത് മനസ്സിലായിക്കൊള്ളണമെന്ന് പോലുമില്ല. പക്ഷേ പാട്ടിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഉപയോഗിച്ചെന്നിരിക്കും, സംവിധായകൻ പറയുക, അല്ലെങ്കിൽ നിർമ്മാതാവ് പറയുക, അല്ലെങ്കിൽ നിർമ്മാതാവിൻ്റെ കൂട്ടുകാർ വരെ ഇതിലിടപെടും. അങ്ങനെ പറ്റില്ല, ഇങ്ങനെ പറ്റില്ല. അപ്പോൾ അതിലെല്ലാം നിന്നുകൊണ്ടാണ് എഴുത്തുകാരൻ എഴുതുന്നത്, അതിനെ മനോഹരമാക്കുന്നത്. അവിടെയാണ് ഒരു എഴുത്തുകാരൻ്റെ, പ്രത്യേകിച്ച് ഗാനരചയിതാവിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി അവിടെയാണ്. എന്നിട്ടും നമ്മൾ അത് ഓർത്തിരിക്കുന്നു. ഇപ്പോൾ മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകെ എന്നുള്ള പാട്ട് അടുത്ത കാലത്ത് വന്ന് വലിയ ഹിറ്റായ പാട്ടാണ്. മിന്നൽ വള സീതാദേവി മറ്റേ പുഷ്പക വിമാനത്തിൽ മടങ്ങി വരുമ്പോൾ പുറത്തേക്ക് തൻ്റെ കൈയിട്ടപ്പോൾ മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകായിട്ട് തോന്നുന്ന കാളിദാസനാണ് പ്രയോഗിച്ചത്. അത് ഇവിടെ കൃത്യമായി ഉപയോഗിക്കുകയും, പക്ഷേ അതൊന്നും അറിയാതെ നമ്മുടെ സമൂഹം ആ പാട്ട് ഇഷ്ടപ്പെടുന്ന സമൂഹം ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പം കൈതപ്പുറം നേരത്തെയും ഈ മിന്നൽ വള പ്രയോഗിച്ചിട്ടുണ്ട് വേറെ പാട്ടുകളിൽ. അർത്ഥം സിനിമയിലെ പാട്ടിൽ അദ്ദേഹം ഈ മിന്നൽ വള പ്രയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ഭരതം എന്ന് പറയുന്ന സിനിമയിൽ രാമകഥാ ഗാനലയം, അതുപോലെ ആ പാട്ടിൽ രാമായണത്തിൻ്റെ പ്രതീകങ്ങളിങ്ങനെ അവിടെയായി ഇട്ടിട്ട്, ജ്യേഷ്ഠൻ്റെയും അനുജൻ്റെയും കഥയാണല്ലോ ആ സിനിമയെ ഓർക്കണം. ജ്യേഷ്ഠൻ കുടുംബത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ കുടുംബത്തെ ഉപേക്ഷിച്ച് പോകുന്നു, അവിടേക്ക് അനുജൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ ഭരതൻ്റെ സങ്കല്പം, അല്ലെ ഭരതൻ എന്നുള്ളൊരു സങ്കല്പം അവിടെ കൊണ്ടുവരുന്നു പാട്ടിൽ. എന്നിട്ട് പിന്നെ അത്തരത്തിലുള്ള രാമായണ ബിംബങ്ങളെ ഉപയോഗിച്ച് ആ പാട്ടിങ്ങനെ കൊണ്ടുവന്നു. അപ്പം വളരെ പരിമിതമായ ഒരു ചതുരത്തിൽ നിന്നുകൊണ്ടാണ് അതിൻ്റെ മാക്സിമത്തിൽ പ്രേക്ഷകരിലേക്ക് അല്ലെങ്കിൽ ശ്രോതാക്കളിലേക്ക് പാട്ടുകൾ എത്തിക്കുന്നത്. അതുകൊണ്ട് അതൊരു വലിയ മിടുക്കാണ്, എഴുത്തുകാരൻ്റെ കഴിവാണ്, എഴുത്തുകാരൻ്റെ പ്രതിഭയാണ്. അതിനെ സംവിധായകനും ഗായകരും ഒക്കെ അതിനെ, നേരത്തെ സാറ് പറഞ്ഞ പോലെ, അത് യേശുദാസ് പാടുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത്. അതുപോലെ നല്ല സംഗീതം വരുമ്പോഴാണ് അത് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ പത്രത്തിലടിക്കുന്നൊരു വാർത്തയാണ്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, അതൊരു വെറൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. പക്ഷേ അതിനെ പാട്ടാക്കുന്നത് സംഗീത സംവിധായകനാണ്. അങ്ങനെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ സിനിമാ പാട്ടുകളിൽ വരികളൊക്കെ പൊതുവേ ജനപ്രിയ മാധ്യമങ്ങളിലൂടെ വരുന്നതെല്ലാം ആളുകൾ പിന്നീട് ഇത് ഏറ്റെടുക്കാറുണ്ട്, ശൈലികളായിട്ടും പഴഞ്ചൊല്ലായിട്ടും ഒക്കെ ഏറ്റെടുക്കാറുണ്ട്. അപ്പോൾ കുഞ്ചൻ നമ്പ്യാരുടെ ചില പദപ്രയോഗങ്ങളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. അതേപോലെ എനിക്ക് തോന്നിയത് റഫീഖ് സാറിൻ്റെ കിളിപോയി എന്ന് പറഞ്ഞൊരു സിനിമയിൽ ആ കിളിപോയി എന്നുള്ള വാക്ക് പിന്നീട് ശൈലിയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ശൈലികളൊക്കെ ആവാൻ ശക്തിയുള്ളൊരു മാധ്യമമായിട്ട് തോന്നുന്നുണ്ടോ? പാട്ടുകൾക്ക് വലിയ സ്വാധീനമുണ്ടല്ലോ നമ്മുടെ സമൂഹത്തിൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ വായനയോ അല്ലെങ്കിൽ സാഹിത്യ പരിചയമൊന്നും ഇല്ലാത്ത സാധാരണക്കാരിലേക്ക് പോലും എത്തുന്ന ഒന്നാണ്. അതുകൊണ്ട് ഈ പലപ്പോഴും നമ്മുടെ സംഭാഷണങ്ങളിലൊക്കെ ഇപ്പോൾ വേറെയാണ് വിചാരമെങ്കിൽ നേരമായത് ചൊല്ലുവാൻ എന്നൊക്കെ ഉള്ളതൊക്കെ പണ്ടൊക്കെ ആളുകൾ ഇപ്പോഴും പറയാവുന്നൊരു കാര്യം. വെറുതെ എന്തിന് കയ്യിലും കുത്തി നടക്കണം എന്നൊക്കെ ഭാസ്കരൻ മാഷ് എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഒരു പഴഞ്ചൊല്ല് പോലെ അല്ലെങ്കിൽ ഒരു ശൈലി പോലെ നമ്മുടെ നിത്യജീവിതത്തിലെ പ്രയോഗങ്ങളായിട്ടും അങ്ങനെ പല പാട്ടുകളിലും ഉള്ള വരികൾ വന്നിട്ടുണ്ട്. അതിങ്ങനെ ആകസ്മികമായിട്ട് ചിലപ്പം വന്ന് സംഭവിക്കുന്നതാണ്. അത് എല്ലാ കാലത്തും പാട്ടുകൾക്ക് നമ്മുടെ സമൂഹത്തിൽ ഉള്ള സ്വാധീനത്തെക്കുറിച്ച് തന്നെയാണ് അതിനെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം അതാണ്. അങ്ങനെ ഒരു കാര്യമുണ്ട് തീർച്ചയായിട്ടും. കാരണം ഈ ഏകാന്തത മാത്രമല്ല, ഏകാന്തതയിൽ അനുസ്മരിക്കപ്പെടുന്ന ഒരു ഓർമ്മകളോ ഗൃഹാതുരത്വമോ മാത്രമല്ല, സമൂഹവുമായിട്ട് ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന കുറേ കാര്യങ്ങൾ കൂടി പാട്ട് നിർവഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഭാഗമാണത്. അതുപോലെയാണ് ഈ ചിലപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചില വാക്കുകൾ തന്നെ പുതുതായിട്ട് സൃഷ്ടിച്ച് പ്രയോഗിക്കാറുണ്ട്. ഞാനിപ്പോൾ പെട്ടെന്ന് സാറത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർത്തത് ഇപ്പോൾ കുഞ്ചൻ നമ്പ്യാരെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഓർത്തത്. പൂശകൻ എന്നുള്ളത് പറഞ്ഞപ്പോൾ അതാണ് പെട്ടെന്ന് ഞാൻ ഓർത്തത്. ആമാശയത്തിൻ്റെ ആശ നിറവേറ്റാൻ രോമാശയങ്ങൾ
അറുക്കുന്ന വീര. രോമാശയം എന്നൊരു വാക്കില്ല, രോമാശയം എന്നൊരു വാക്ക് മലയാളത്തിലില്ല. അത് കവി, ഗാനരചയിതാവ് അനിൽ പനച്ചൂരാൻ അദ്ദേഹം ഉപയോഗിച്ചതാണ് ഈ സന്ദർഭത്തിന് വേണ്ടി. പക്ഷേ സന്ദർഭം കൊണ്ട്, സന്ദർഭേ സംസ്കൃതി ഹൃദാച എന്ന് പറയുന്നത് പോലെ സന്ദർഭം കൊണ്ടവിടെ അതിനർത്ഥം തന്നെ വന്നുള്ളൂ. രോമാശം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ പശ്ചാത്തലം എന്താണ്? കാരണം വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല എന്നാദ്യം പറയുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഇത് കറക്റ്റായിട്ട് കണക്റ്റ് ആയിക്കോളും. അപ്പം അങ്ങനെ ചില സമയത്ത് ആ വാക്കുകൾ തന്നെ, പുതിയ വാക്കുകൾ ഉപയോഗിച്ച് തന്നെ ആശയം അവതരിപ്പിക്കാൻ ഗാനരചയിതാക്കൾ വേറെയുണ്ട്, ഞാനെല്ലാം ഒന്നും പറയുന്നില്ല, അങ്ങനെ ചെയ്യാൻ കഴിയും. നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇനി സദസ്സിൽ നിന്ന് എന്തെങ്കിലും ചർച്ചയ്ക്കുള്ള സമയമാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, അഭിപ്രായങ്ങളോ സംശയങ്ങളോ. ഈ സെഷൻ തുടങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാനിവിടെ പ്രവേശിച്ച സമയത്ത് കവിതയിൽ നിന്നും ഇത് ഒരുപാട് വിഭിന്നമാണ് എന്ന് പറയുകയുണ്ടായി. പക്ഷേ കവിതയിലേക്ക് തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും എത്തിയിട്ടുള്ളത്. ഇപ്പോൾ നാടകഗാനങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ആദ്യകാലത്ത് പൊന്നരിവാലൻ അമ്പിളിയിൽ ഈ കാലഘട്ടത്തിൽ തന്നെയാണ് മുടിയനായ പുത്രനിലെ ഈ അമ്പലത്തുളസിക്ക് പോലെയുള്ള ഒരുപക്ഷെ കാളിദാസ ഭാവനയുടെയൊക്കെ ഒരു സമസ്ത സാധ്യതകളും നിൽക്കുന്ന ഒരു രചനയുണ്ടായിട്ടുണ്ട്. അതിനകത്ത് ചുണ്ടിൽ നിന്നും വീണുപോയ ചെമ്പകപ്പൂ പെറുക്കാനോ 2-4 നിമിഷം നീ കുനിഞ്ഞു നിന്നു എന്ന് പറയുന്ന ഒരു, അതിനകത്തൊക്കെ ഒരു പോയറ്റിക് സംഭവമുണ്ട്. പിന്നെ നാക്കത്തു കിലുങ്ങുന്ന നിന്റെ മുത്തു കൊലുസുകൾ രാക്കിളികൾ കടം വാങ്ങി കൊണ്ടുപോയോ എന്നൊക്കെ പാടുന്നില്ല. അങ്ങനെ ചില വരികളുണ്ട്. അതിനകത്തൊക്കെ ഒരു തരം ഒരു പാരലലായിട്ടുള്ളൊരു പോയറ്റിക് സാധനം തന്നെയാണ് വരുന്നത്. ഇതേപോലെ തന്നെ പിന്നെ ബാലനിലൊക്കെ ഉണ്ടായിരുന്നില്ല ആ കട്ടിയുള്ള സംസ്കൃത ഒരുപക്ഷെ നിയോ ക്ലാസിസത്തിൻ്റെ ഒക്കെ ഒരു സ്വാധീനതയുള്ള പിന്നെ വരികൾ പിൽക്കാലത്തും വളരെ നിർബാധം പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ മൃഗാംഗ തരളിത മൃണ്മയം കിരണം മഴയായി പൊഴിയുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് പൊൻകുന്നം ദാമോദരൻ പിന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളീ പറഞ്ഞ, അല്ലെങ്കിൽ റഫീഖ് സാറും സജി സാറൊക്കെ പറഞ്ഞ ഒരു നാടൻ പാട്ട് എന്ന ഒരു സാധനത്തിൽ നിന്നും ഈ ഒരു ശാസ്ത്രീയമായ ഒരു പക്ഷേ പക്ക സയൻറ്റിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള കവിതാ സാധ്യതകളൊക്കെ നിലനിൽക്കുന്ന വരികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഒരു സാധനം എവിടെയാണ് പിന്നെ നിലനിൽക്കുന്നത്? ഇതിനകത്ത് ഒരു വിച്ഛേദം എന്ന് പറയുന്ന ഒരു സാധനം നിലനിൽക്കുന്നില്ലേ? താങ്ക് യു. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കവിത എന്ന് പറയുന്നത് നമ്മൾ പിന്നെ പല ഗദ്യഭാഗങ്ങളിലും ഉണ്ടാവാമല്ലോ. അതാണ് ഞാൻ പറയാം. ഇപ്പോൾ കവിത പോലെ എന്നാണ് നമ്മളെല്ലാറ്റിനും പറയുമല്ലോ, ഏറ്റവും സുന്ദരമായതിനെ കവിത പോലെ എന്ന് പറയും. കവ്യ ഗുണം അല്ലെങ്കിൽ കവി ഭംഗി പരസ്യവാചകങ്ങളിൽ പോലും ഉണ്ടാവും. നമ്മുടെ കൽപ്പറ്റ നാരായണൻ പലപ്പോഴും പറയാറുള്ള ഒരു സംഗതി, എൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ വേൾഡ് എന്നോ അങ്ങനെ പരസ്യമല്ലേ, എൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ വേൾഡ്, ഒരു ലൈഫ് എന്നോ വേൾഡ് എന്ന് പറ്റുകയാണ്. അത് ഐഡിയ എന്ന് പറയുന്ന ഒരു ഫോണിനെ മറ്റേ മൊബൈൽ ഫോൺ അതാണ്. പക്ഷെ അത് എത്ര മനോഹരമായിട്ട്, അത് പരസ്യവാചകങ്ങളിൽ പോലും ഈ കവിത ഉണ്ട്. അതുപോലെ തന്നെ കവിത അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഹൃദയത്തിൽ തട്ടുകയും ചെയ്യും. പാട്ടിനെ സംബന്ധിച്ചോളം അങ്ങനെ ഞാൻ പറഞ്ഞത് അത്രേ ഉള്ളൂ. കവിത ഉണ്ടാവുന്നത് നല്ലതാണ്, പക്ഷെ കവിത ഇല്ലാതെയും പാട്ട് നിൽക്കും. ഇപ്പോൾ ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ അതിനകത്ത് കവിതയൊന്നുമില്ല, പക്ഷെ ഒരുപാട് ആൾക്കാർ ആനന്ദത്തോടു കൂടി പിന്നെ പാടി നടന്നിരിക്കുന്ന പാട്ടാണ്. അങ്ങനെ ഹിറ്റ് പാട്ടുകൾ പലതും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, പ്രത്യേകിച്ച് കാവ്യഭംഗിയോ അർത്ഥങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അത് ആളുകൾ കൊണ്ടു നടക്കുന്നത് അവർക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാം പിന്നെ
കവിത അതുകൊണ്ട് ഞാൻ പറയാൻ കാരണം പാട്ട് ഒരു സവിശേഷമായ കലാരൂപമാണ്. അതിൽ കവിതയ്ക്ക് തീർച്ചയായിട്ടും കാവ്യാത്മകമായിട്ടുള്ള പാട്ടുകളുടെ സംഗീതാത്മകത കൂടിയിട്ടുള്ളതുണ്ട്, ശബ്ദമാധുര്യം കൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾ അതിനുണ്ടാവും. അപ്പോൾ കവിതയുടെ മാത്രം ഒരു തുലാസ് വെച്ചുകൊണ്ട് പാട്ടുകൾ അളക്കുന്നത് വലിയ ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായമാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. എനിക്കതിനകത്ത് പറയാനുള്ളത്, വയലാർ സാറ് എഴുതി തുടങ്ങി ആദ്യത്തെ പാട്ട് സിനിമയിൽ എഴുതിയത് തുമ്പി തുമ്പി വാവ ഈ തുമ്പത്തണലിൽ വാവ എന്നാണ് എഴുതിയത്. പറന്ന് 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 എല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടന്നുകൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ എന്നൊക്കെ അദ്ദേഹം ആദ്യകാലത്ത് എഴുതി. പിന്നീട് അദ്ദേഹം ഒരുപാട് ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പ്രളയപയോധിയിൽ ഉറങ്ങി ഉണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ എന്ന തരത്തിൽ അതിനെ കുറെ കൂടി സംസ്കൃത വാക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മളുടെ മൊത്തത്തിൽ ഇപ്പം പിന്നീട് വന്ന എഴുത്തുകാരൊക്കെ തന്നെ പലപ്പോഴും സാറിൻ്റെ കാലമല്ല അതിനു മുമ്പ് ഉള്ള വയലാർ സാറിൻ്റെ ആ ഒരു നിഴൽ വീണ് കിടക്കുന്ന പല എഴുത്തുകാരുമുണ്ട്. അപ്പോൾ അവർ പലപ്പോഴും ഈ വയലാർ സാറിൻ്റെ രചനാ ശൈലിയെ സ്വീകരിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ മുത്തുമാഷ് പറഞ്ഞ ആ പാട്ട് തന്നെ പൊൻകുന്നം ദാമോദരൻ സാറല്ല എഴുതിയത്, അദ്ദേഹത്തിൻ്റെ മകൻ MD രാജേന്ദ്രൻ അദ്ദേഹമാണ് എഴുതിയത്. സുന്ദരി നിൻ തുമ്പുകെട്ടിയിട്ട ചുരുൾമുടിയിൽ എന്ന് പറയുന്ന പാട്ടിലാണ് മൃഗാംഗ തരളിത മൃണ്മയ കിരണം മഴയായി പൊഴിയുമ്പോൾ എന്ന് എഴുതിയേക്കുന്നത്. അതിൽ തന്നെ അദ്ദേഹം മറ്റേ പ്രഥമോദ ബിന്ദുവായി തീർന്നു എന്ന് അദ്ദേഹം തന്നെ അതിൽ ഹിമശൈല സൈകത ഭൂമിയിൽ നിന്നു നീ പ്രണയ പ്രവാഹമായി വന്നു അതിഗൂഢ സുസ്മിതമുള്ളിൽ ഒതുക്കുന്ന പ്രഥമോദ ബിന്ദുവായി തീർന്നു എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ ശിശിരകാല മേഘമിഥുന രതിപരാഗമോ എന്ന് പിന്നീട് വർഷങ്ങൾക്ക് ശേഷവും എഴുതിയിട്ടുണ്ട്. അത് പലപ്പോഴും അത് അത്തരം പശ്ചാത്തലങ്ങളോട് ചേരുന്നതാണ്. ഈ നേരത്തെ പറഞ്ഞ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഒരു കവിത മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അടിച്ചു വന്നിട്ട് അതിങ്ങനെ പാടുന്നതായിട്ടാണ് ആ സിനിമയിൽ കാണിക്കുന്നത്. അപ്പോൾ അതുകൂടൊക്കെ ഇതിൻ്റെ കാരണമാകും. നേരത്തെ പറഞ്ഞതുപോലെ ഇത് രണ്ടും കവിതയും പാട്ടും തമ്മിൽ പൂർണ്ണമായൊരു വിച്ഛേദനമില്ല. മനോഹരമായ പാട്ടുകളിൽ എപ്പോഴും മനോഹരമായ കവിതയും നമുക്ക് കാണാൻ കഴിയും അതിലൂടെ സഞ്ചരിച്ചു പോകുമ്പോൾ. അങ്ങനെയാണ് എൻ്റെയും ഒരു അഭിപ്രായം. നമസ്കാരം. ഒരുപാട് എൻജോയ് ചെയ്തൊരു സെഷനായിരുന്നു. എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയും സംഗീതവും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ചാണ്. കാരണം ഇപ്പോൾ സംഗീതം നിലനിൽക്കുന്നത് അല്ലെങ്കിൽ സംഗീതം ഒരു വലിയ പരിധി വരെ സിനിമയെ ആശ്രയിക്കുന്നുണ്ട് എസ്റ്റാബ്ലിഷ്മെൻറ്റിന് വേണ്ടിയിട്ട്. ഇപ്പോൾ സംഗീതജ്ഞരും ഗാനരചയിതാക്കളും സിനിമയാണ് കൂടുതൽ ആശ്രയിച്ചുകൊണ്ടാണ് നിലനിൽക്കുന്നതെന്ന് ഉള്ളൊരു അവസ്ഥ പോലും ഉണ്ടായിരുന്നു. ഇത് ശരിക്കും എത്രത്തോളം സംഗീതത്തിൻ്റെ സാധ്യതകളെയും സിനിമയുടെ സാധ്യതകളെയും പരിമിതപ്പെടുത്തുന്നുണ്ട് എന്നുള്ള ഒരു ആംഗിൾ ഓഫ് വ്യൂവിലാണ് ഈ ചോദ്യം. ഇപ്പോൾ നമുക്കറിയാം പുറത്തു നിന്നൊന്നുമല്ല, സംഗീതത്തിന് അതിൻ്റേതായൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അവർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരുപാട് മാർഗങ്ങൾ, ഇപ്പോൾ അവർക്ക് ഒരു ഫാൻ ബേസ് ഉണ്ട്. ശരിക്കും സിനിമയെ ആശ്രയിക്കാതെ തന്നെ സംഗീതജ്ഞർക്കും എഴുത്തുകാർക്കും നിലനിൽപ്പുണ്ട്. പക്ഷേ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ അതില്ല, അല്ലെങ്കിൽ അത് കുറവാണ്. ഇത് എത്രത്തോളം ഒരു സംഗീതജ്ഞരെയും അല്ലെങ്കിൽ സിനിമയെ തന്നെയും, ഇപ്പൊ സിനിമ നോക്കുകയാണെങ്കിൽ തന്നെ അതിതീവ്രമായ പല സാഹചര്യങ്ങളും പ്രകടമാക്കാൻ വേണ്ടി സംഗീതത്തെ കൂട്ടുപിടിക്കുന്നത് കൊണ്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് നമ്മുടെ സിനിമയിൽ അത്രയും മനോഹരമായ സംഭാഷണ രംഗങ്ങളൊക്കെ വിരളാണ്. മിക്കതും തീവ്രമായ വികാരങ്ങൾ പ്രതിഫലിപ്പിക്കാൻ വേണ്ടി ഒരു പാട്ടിലേക്കോ അല്ലെങ്കിൽ അതൊരു എളുപ്പമാർഗമായിട്ട് രചയിതാക്കളോ അല്ലെങ്കിൽ സംവിധായകർ അതിനെ കാണുന്നുണ്ട്. ഇത് എത്രമാത്രം ഇത് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ, അതോ ഇതൊരു സ്ട്രെങ്ത് ആണോ വീക്ക്നെസ് ആണോ ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളായിരുന്നു. ഇത് നമ്മുടെ ഈ സംഭാഷണത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു ഈ കാര്യം. അതായത് പിന്നെ പാട്ട് എന്ന് പറയുന്ന ഒരു കലാരൂപം, ഒരു ഗാന കലാരൂപം, അത് സമൂഹത്തിന് ആവശ്യമുണ്ട്, നമ്മുടെ സമൂഹത്തിന് ആവശ്യമുള്ള ഒന്നാണ്. നമുക്കത് സിനിമയിലൂടെയാണ് കിട്ടിയത്, ഇത്രയേ ഉള്ളൂ. അത് ഏത് സമൂഹത്തിലും പാട്ടുണ്ടാവും, പാട്ടില്ലാത്ത സമൂഹം ഉണ്ടാവില്ല. അത് നമുക്കൊരു ആധുനിക മലയാളിക്ക് അത് ഫോക്ക് സോങ്സും അതുപോലെ തന്നെ
പലതരത്തിലുള്ള പാട്ടുകൾ ഒരു സമൂഹത്തിലുണ്ടാവും. പക്ഷേ ആധുനികനായിട്ടുള്ള മനുഷ്യന്, ആധുനിക ലോകത്തെ ഈ ജനാധിപത്യ സമൂഹത്തിൽ ജീവിക്കുന്ന ആധുനിക മനുഷ്യന് പറ്റിയ പാട്ടുകൾ കൊടുത്തത് സിനിമയാണ്. അത് അങ്ങനെ അതിൻ്റെ ചരിത്രപരമായ കാരണങ്ങളാൽ മലയാളത്തിൽ അങ്ങനെ, ഇന്ത്യൻ സിനിമയിലും മലയാളത്തിൽ വിശേഷിച്ചും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു കാരണം. പക്ഷേ സിനിമയ്ക്ക് പാട്ട് വേണോ എന്നുള്ളതും അത് സംഗീതം ആവശ്യമുണ്ടോ എന്നുള്ളത് വേറൊരു ചോദ്യം തന്നെയാണ്. ആ ചോദ്യം പക്ഷേ വാസ്തവത്തിൽ സിനിമയ്ക്ക് പാട്ട് ആവശ്യമില്ല, പക്ഷേ സമൂഹത്തിന് ആവശ്യമാണ്. സമൂഹത്തിന് കൊടുക്കാൻ നമ്മൾ നേരത്തെ താങ്കൾ പറഞ്ഞ പോലെയുള്ള അതിന് പുറത്തുള്ള ഒരു സോഴ്സോ ഒരു സ്റ്റേജോ ഉണ്ടായി വന്നിട്ടില്ല. ഇപ്പോഴും ഞങ്ങളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, പക്ഷേ അതൊന്നും ഇപ്പോഴും വിജയിക്കുന്നില്ല. നമ്മളിപ്പോൾ യൂട്യൂബിലോ അങ്ങനെ മറ്റു പല പിന്നെ സ്ഥലങ്ങളിലോ നല്ല രീതിയിൽ തന്നെ പാട്ട് ചെയ്തിട്ടാൽ പോലും ഒരു സിനിമാ പാട്ട് വരുന്ന രീതിയിലുള്ള ഒരു സ്വീകാര്യത അതിന് ഇപ്പോഴും കിട്ടുന്നില്ല. അത് നമുക്ക് ആയി വരുന്നേ ഉള്ളൂ, ഉണ്ടാവുമായിരിക്കാം. കാരണം സിനിമ പൊതുവെ പാട്ടുകൾ ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. സിനിമയിൽ പാട്ടുകളൊന്നും അധികകാലം പഴയ രീതിയിൽ എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ അത് പതുക്കെ സിനിമയിൽ നിന്ന് പാട്ടുകൾ അപ്രത്യക്ഷമാകുമ്പോൾ പാട്ട് മനുഷ്യർക്ക് വേണം. അതുകൊണ്ട് അത് പുറത്തുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതാണ് അതിൻ്റെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. പിന്നെ നമ്മൾ ഈ റിയാലിറ്റി ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് റിയലിസം അല്ലെങ്കിൽ അങ്ങനെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള സാധനമല്ല എന്നുള്ള രീതിയിൽ കാണുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. കാരണം അത് പറയാറുണ്ട്, സിനിമയിൽ പാട്ട് എന്തിനാണ്, അത് ജീവിതമായിട്ട് ഒരു ബന്ധമുള്ളതല്ലല്ലോ, നമ്മുടെ ജീവിതത്തിൽ പാട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് ഒരു അർത്ഥവത്തായിട്ടുള്ള ചോദ്യമല്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഏത് ആർട്ട് ഫിലിം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിനകത്ത് സംഗീതം ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ആളുകൾ മരിക്കുമ്പോഴോ അല്ലെങ്കിൽ സങ്കടം വരുമ്പോഴോ ഒക്കെ തന്നെ അതിൽ പലതരത്തിലുള്ള സംഗീതോപകരണങ്ങളുടെ ശബ്ദങ്ങളൊക്കെ കേൾക്കാം. അതൊന്നും ജീവിതത്തിലുള്ളതല്ല. ആരെങ്കിലും മരിക്കുമ്പോൾ ആരും പോയിട്ട് വയലിൽ നിന്നെടുത്ത് വായിക്കാറില്ലല്ലോ, അതുണ്ടാവാറില്ല. അതുപോലെ തന്നെ പല കാര്യങ്ങളും അങ്ങനെ നോക്കുമ്പോൾ നമുക്ക്, അതുപോലെ നമ്മുടെ ഒരു കാലത്തെ സിനിമകളിൽ ഭയങ്കര നിശബ്ദതയായിരുന്നു, ശബ്ദമേ ഉണ്ടായിരുന്നു, ആളുകൾ സംസാരിക്കില്ല, വെറുതെ മുഖത്തോട് മുഖം നോക്കിയിട്ട് റീലുകൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ മലയാളി അങ്ങനെ ഒരിക്കലും ആയിരുന്നില്ല. മലയാളി നല്ല ബഹളം ഉണ്ടാക്കുന്ന ആൾക്കാരും സംസാരിക്കുന്നവരും വഴക്കൂടുന്നവരൊക്കെ ആയിരുന്നു. അപ്പോൾ ആ യാഥാർത്ഥ്യമൊന്നും ആ സിനിമകളിൽ പ്രതിഫലിച്ചിട്ടില്ല. അപ്പോൾ അതിലൊന്നും കാര്യമില്ല. അത് സംവിധായകൻ എങ്ങനെ ഒരാൾ സിനിമ എടുക്കുന്നു, ചലച്ചിത്രകാരൻ്റെ പ്രതിഭ അനുസരിച്ചിരിക്കും. അവർക്കാണെങ്കിൽ ഒരു പാട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ആ സിനിമയുടെ കലാപരമായ മൂല്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു പാട്ട് വേണമെങ്കിൽ അയാൾക്ക് ഉപയോഗിക്കാൻ പറ്റും. വെറുതെ പാട്ടിന് വേണ്ടി പാട്ടുണ്ടാക്കാനും പറ്റും. അത് സിനിമ ഉണ്ടാക്കുന്ന ആളുടെ വിഷയമാണ്. പക്ഷെ സമൂഹത്തിന് പാട്ട് വേണം. ആ പാട്ട് ഇന്നിപ്പോൾ മിക്കവാറും സിനിമയിലൂടെ കിട്ടുന്നുള്ളൂ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതാണ് ഞാനിതിൽ കാണുന്നൊരു വിഷയം. അടൂർ ഗോപാലകൃഷ്ണൻ സാറ് പറഞ്ഞിട്ടുണ്ട്, സിനിമയിലെ പാട്ടെന്ന് പറയുന്നത് സാമ്പാറിലെ വേവാത്ത ചേനക്കഷ്ണം പോലെയാണെന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് നേരത്തെ സാറ് പറഞ്ഞതുപോലെ ജീവിതത്തിൻ്റെ ഭാഗമല്ല എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ പാട്ട് മ്യൂസിക്, സംഗീതം പലപ്പോഴും ആ പശ്ചാത്തലത്തെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് എത്രയോ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയും. നമ്മൾ പലപ്പോഴും പല സിനിമകളിലെയും ഈ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി അതിലെ പാട്ടുകൾ, അതുപോലെ അതിലെ ചില പ്രത്യേക സിഗ്നേച്ചർ ട്യൂണുകൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കും. ഇപ്പോൾ മണിച്ചിത്രത്താഴിലെ തന്നെ ആ പശ്ചാത്തല സംഗീതം ഇല്ലെങ്കിൽ ആ സിനിമയെന്ന് ആലോചിച്ച് നോക്കിയേ, എത്രമാത്രം അത് ഊഷരമായിപ്പോയി തന്നെ ആ സിനിമ. അപ്പോൾ അങ്ങനെ സംഗീതത്തിനൊരു വലിയ ഘടകമുണ്ട്, സംഗീതത്തിന് സിനിമയിൽ വലിയൊരു പ്രാധാന്യമുണ്ട്. നേരത്തെ സാർ പറഞ്ഞ പോലെ സമൂഹത്തിനും സംഗീതം ആവശ്യമാണ്. പാട്ടുകാരൻ നാളെയുടെ കാട്ടുകാരനല്ലേ എന്നാണ് കവികൾ തന്നെ എഴുതിയിരിക്കുന്നത്. ഇപ്പം സംഗീതം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ ജീവിതത്തെ ഏതാണ്ട് അതേപോലെ അവതരിപ്പിക്കുന്ന സിനിമകളിൽ പോലും പാട്ടുകൾ വന്നിട്ടുണ്ട്. ഇപ്പം പാട്ടല്ലെങ്കിൽ കവിത പാട്ടിൻ്റെ രീതിയിൽ വന്നിട്ടുണ്ട്. ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിത പീലി തന്നു എന്നൊക്കെയുള്ള ആ പാട്ടുകൾ, ആ പാട്ടില്ലായിരുന്നെങ്കിൽ ആ ഒരു സന്ദർഭം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ സിനിമയിലെ ആ ദൈവത്തിൻ്റെ വികൃതികൾ എന്ന് പറയുന്ന സിനിമയിൽ ആ പാട്ട് വരുന്ന, കവിത വരുന്ന ആ ഒരു ഭാഗം, അവിടെ കവിത ഇല്ലാതെ അത് മാത്രമായി കാണിച്ചിരുന്നെങ്കിൽ എത്രമാത്രം അത് നമ്മുടെ ഹൃദയത്തെ സ്വാധീനിച്ചേനെ എന്നാലോചിച്ചു. അപ്പോൾ പാട്ടുകൾക്കൊരു വലിയ നമ്മുടെ ഹൃദയങ്ങൾ റാഞ്ചാനുള്ള ഒരു ശക്തിയുണ്ട്, അത് സംഗീതത്തിനുണ്ട്. അത് കൊമേഴ്ഷ്യൽ സിനിമകൾ കുറേ കൂടി അത് കൊമേഴ്ഷ്യലായി ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പാട്ടുകൾ എപ്പോഴും സിനിമയ്ക്കും, സിനിമ എപ്പോഴും പാട്ടുകൾക്കും ഒരു വലിയ പരസ്പര സഹായം ചെയ്യുന്ന ഘടകം തന്നെയാണെന്നാണ് എൻ്റെയും അഭിപ്രായം. ഇത്രയും നേരം
വിജ്ഞാനപ്രദമായിട്ടുള്ള ഒരു ചർച്ച നയിച്ച റഫീഖ് അഹമ്മദ് സാറിനും സജിത് ഏവൂരത്ത് സാറിനും മലയാള സർവകലാശാലയുടെയും സാഹിതിയുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അധ്യാപകർക്കും ചർച്ചയിൽ പങ്കെടുത്ത് ഉള്ളവർക്കും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു.